വർഷം 1992 ഡിസംബർ മാസം 2-ാം തീയതി. മായയുടെ വിവാഹമാണിന്ന്. രാജൻ്റെയും അമ്മിണിക്കുട്ടിയുടെയും മൂത്ത മകൾ, രണ്ടാമത്തവൾ ഭാമ. മായയെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് വേണം അവളെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നു. ജാതകദോഷമൊക്കെയുള്ള കുട്ടിയാണേ മായ. അതുകൊണ്ട് കല്യാണം വൈകി. അകന്നൊരു ബന്ധു കൊണ്ടുവന്ന ആലോചനയാണ് ബാലചന്ദ്രൻ. ചെറുക്കന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പക്ഷെ നല്ല കുടുംബക്കാരാണ്, തറവാട്ടുകാർ. ഒരുപാട് സ്ഥലവും സ്വത്തും ഒക്കെയുണ്ട്. ദോഷം ബാലന്റെ വിവാഹ ജീവിതത്തിനും തടസ്സമായി നിന്നതുകൊണ്ട് ചേരുന്ന ഒരു ജാതകം വന്ന സമയം പാവപ്പെട്ട കുടുംബമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കല്യാണം അങ്ങ് ഉറപ്പിച്ചു. എന്നാലും ആ പെണ്ണിന്റെ ഒരു ഭാഗ്യമേ, കോടീശ്വരന്മാരാണെന്നാ കേട്ടത്. ജാതകദോഷം കൊണ്ട് ഇങ്ങനെയും ഓരോ ഗുണങ്ങളെ. 10 പൈസ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. അല്ലേലും കൊടുക്കാൻ രാജന്റെ കയ്യിൽ എന്തുണ്ടായിട്ടാ? അടക്കം പറച്ചിലുകൾ ഇങ്ങനെ പലതുണ്ടായി ആ കല്യാണ വീടിന്റെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും. മായ പക്ഷേ അന്ന് സന്തോഷവതി ആയിരുന്നില്ല. എന്തൊക്കെയോ ആപത്തുകൾ തന്നെ കാത്തിരിക്കുന്നു എന്ന് ഈ കല്യാണാലോചന വന്നത് മുതൽ അവൾക്ക് തോന്നുന്നതാണ്. അനിയത്തിയുടെ കല്യാണം താൻ കാരണം നടക്കാതെ ഇരിക്കരുത് എന്ന് ഓർത്തിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പെണ്ണ് കാണാൻ വന്ന അന്ന് മുതൽ ആരംഭിച്ച ഭയം ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ബാലനെ കാണുന്നതേ അവൾക്ക് ഭയമാണ്. അയാളിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രൂരത കണ്ണുകളിൽ നിന്നും അവൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കുടുംബത്തിന് സന്തോഷത്തിന് വേണ്ടി അയാളുടെ താലിയിൽ അവൾ സുമംഗലിയായി മാറി. അച്ഛനോടും അമ്മയോടും കരഞ്ഞുകൊണ്ട് യാത്ര പറയുമ്പോഴും സങ്കടത്തിനേക്കാൾ കൂടുതൽ ഭയമായിരുന്നു. കാർ വീട്ടുമുറ്റത്തെത്തിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഒരു പഴയ തറവാട്, പഴമ പുതുമയേക്കാൾ ഭംഗിയുള്ളതാണെന്ന് വിളിച്ചോതുന്ന തരത്തിൽ നിലകൊള്ളുന്ന വീട്. വലതുകാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറി. ഇനി മുതൽ ഇതാണ് തൻ്റെ വീട്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു വീട്ടിൽ താമസിക്കാൻ ഒരിക്കലെങ്കിലും സാധിക്കുമെന്ന്. അവൾ ആഗ്രഹിച്ചിട്ടുമില്ല. ചെറുതാണെങ്കിൽ പോലും തൻ്റെ വീട് തന്ന സന്തോഷവും സുരക്ഷിതത്വവും ഈ വീട്ടിൽ നിന്നും കിട്ടുമോ എന്ന് പോലും അറിയില്ല. വരുന്നത് പോലെ എല്ലാം കാണാമെന്ന ചിന്തയോടെ വിളക്ക് പൂജാമുറിയിൽ വെച്ച് ഭഗവാന്റെ മുമ്പിൽ നിറകണ്ണുകളോടെ നിന്നു. വീട്ടിൽ മുഴുവനും ആളുകളാണ്. കല്യാണം ഉറപ്പിച്ച സമയത്ത് പറയുന്നത് മായ കേട്ടിട്ടുണ്ട്. ബാലന്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയുമാണ് ഉള്ളതെന്ന്. പെണ്ണ് കാണാനും കല്യാണത്തിനുമൊക്കെയായി അവരെയൊക്കെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. പേടി കാരണം അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടുമില്ല, ബാലനോട് പോലും. ഇന്ന് ഈ ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ ആരുടെയെങ്കിലും മുഖം കാണാൻ പറ്റുമോ എന്നാണ് മായ തിരയുന്നത്. പൂജാമുറി കാണിച്ചു തന്നിട്ട് ബാലേട്ടൻ്റെ അമ്മയും അനുജത്തിയും പോയതാണ്. വിളക്ക് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ ചുറ്റിലും ആളുകളുണ്ടെങ്കിലും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ. അതവളിൽ അസ്വസ്ഥത നിറച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ മുഖത്തും മെയിലേക്കുമാണ്. സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ അവൾക്കായി നൽകിയ 5 പവന്റെ സ്വർണം ആകെ കയ്യിലും കഴുത്തിലുമായി ഉണ്ടായിരുന്നുള്ളൂ. ചിലർക്ക് പുച്ഛമാണ് ഭാവമെങ്കിൽ ചിലർക്ക് അവളോട് സഹതാപമാണ്. ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എങ്ങനെയോ ഉത്തരങ്ങൾ പറഞ്ഞൊപ്പിച്ചു. നേരം സന്ധ്യ ആയപ്പോൾ ഒരുവിധം ആളുകളൊക്കെ പോയി. തൊട്ടടുത്ത ബന്ധുക്കൾ 2-3 പേര് മാത്രം ബാക്കി. അവരും ഉടനെ ഇറങ്ങും. അമ്മയെ മറ്റും അവൾ കണ്ടെങ്കിലും ബാലനെ കാണാൻ സാധിച്ചില്ല എവിടെയും. ഒരുപക്ഷെ മുറിയിലായിരിക്കുമെന്നോർത്ത് സമാധാനിച്ചു. എല്ലാവരും മിണ്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു താല്പര്യക്കുറവ് സംസാരത്തിൽ എടുത്തു കാണാം. അതുകൊണ്ട് ആരോടും അന്വേഷിക്കാനും പോയില്ല ബാലൻ എവിടെയെന്ന്. അവരുടെയൊക്കെ കൂടെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നു. അമ്മ മുറി കാണിച്ചു കൊടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ ബാലനെ പ്രതീക്ഷിച്ചെങ്കിലും ആ മുറിയിൽ അയാൾ ഇല്ല എന്ന സത്യം അവളിൽ ഒരുതരം മരവിപ്പാണ് ഉണർത്തിയത്. അവനെ കാത്തിരുന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയ അവൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത്. ഞെട്ടിപ്പിടഞ്ഞു നോക്കിയപ്പോൾ ബാലനായിരുന്നു. കട്ടിൽ നിന്നും മായ ചാടി എഴുന്നേറ്റു. ബാലൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇട്ടിരുന്ന വസ്ത്രം പോലും മാറ്റാതെ കയറിക്കിടന്നു. അവളും ഒരറ്റത്ത് മാറിക്കിടന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബാലൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. മായ നേരെ പോയി കുളിച്ച് അടുക്കളയിൽ ചെന്നു. അമ്മയും ജോലിക്കാരിയും ഉണ്ടായിരുന്നു. മായയെ കണ്ടപ്പോൾ തന്നെ അമ്മ ഒരു കപ്പ് ചായ കയ്യിൽ കൊടുത്തിട്ട് ബാലനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അവൾ മുറിയിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു. ബാലേട്ടൻ അവിടെ ഇല്ലമ്മേ. അടുക്കളയിൽ തിരിച്ചു ചെന്ന മായ അമ്മയോട് പറഞ്ഞു. ചായ അവിടെ വെച്ചേക്ക്. ഇത്രയും മാത്രം പറഞ്ഞ അമ്മ പണിയിൽ മുഴുങ്ങി. തിരിച്ചൊന്നും ചോദിക്കാനോ പറയാനോ അവൾക്ക് കഴിഞ്ഞില്ല. ആകെ കൂടെ ഒരു ശ്വാസമുട്ടൽ. അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും കാണണമെന്ന് തോന്നി. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന് സ്വന്തം മാതാപിതാക്കളെ പോലും കാണണമെങ്കിൽ
ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അനുവാദം വേണമല്ലോ. അതുകൊണ്ട് അവൾ വേണ്ട എന്ന് വെച്ചു. പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ബാലൻ വീട്ടിലേക്ക് വന്നു. ഒന്നും പറയാതെ നേരെ വന്നു ആഹാരം കഴിച്ചു. എഴുന്നേറ്റ് മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ മുഖത്തേക്ക് ഒരു വട്ടം പോലും നോക്കിയില്ല. എന്തിനേറെ പറയുന്നു, ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന ഭാവം പോലും അയാൾക്കുണ്ടായില്ല. അവൾക്ക് വിഷമം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. ചേച്ചിയുടെ പേരെന്താ? കറിക്ക് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് മായ അവിടുത്തെ ജോലിക്കാരോട് ചോദിച്ചു. രാധ. എന്നെ ചേച്ചിയെന്നൊന്നും വിളിക്കണ്ട കേട്ടാ മോളെ, പേര് വിളിച്ചാൽ മതി. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എന്നെ ഇവിടെ എല്ലാവരും പേരാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ഇളയ മോള് പോലും. ജോലിക്കാരികളെ പേര് വിളിച്ചാൽ ശീലിക്കേണ്ടത്. അങ്ങനെ ആരാ പറഞ്ഞേ? ഞാൻ രാധേച്ചി എന്നെ ഇനി മുതൽ വിളിക്കുകയുള്ളൂ. ഇവിടുത്തെ അമ്മ കേട്ടാൽ മോളെ വഴക്ക് പറയും. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ എല്ലാവരും എന്താ ഇങ്ങനെ? ആരും ആരോട് പരസ്പരം സന്തോഷത്തോടെ മിണ്ടുന്നത് പോലുമില്ല. രാധ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ബാലൻ്റെ അമ്മ അടുക്കളയിലേക്ക് വന്നു. അവർ പിന്നെ ഒന്നും മിണ്ടാതെ തൻ്റെ ജോലി ചെയ്തു. അന്നും ഉച്ചയൂണിന് ശേഷം കാണാതായ ബാലൻ രാത്രി ഏറെ വൈകിയാണ് തിരിച്ചെത്തിയത്. ഏട്ടൻ എവിടെ പോയതായിരുന്നു? ഉറങ്ങാതെ ബാലനെ കാത്തിരുന്ന മായ ധൈര്യം സംഭരിച്ച് ബാലനോട് ചോദിച്ചു. നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ? നിന്റെ അച്ഛനുണ്ടാക്കിയ വീടൊന്നും അല്ലല്ലോ. ഞാൻ തോന്നുന്ന സ്ഥലത്ത് പോവും, ഇഷ്ടമുള്ളപ്പോൾ വരും. കണ്ണുകൾ ഉരുട്ടി അലർന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ദേഷ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയും കനത്ത ഒരു മറുപടി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവൾ പോലും അറിയാതെ കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അയാൾ കയറി കിടന്നു. അവൾക്ക് കിടക്കുവാൻ പോലും സാധിച്ചില്ല. കസേരയിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു. രാവിലെ അടുക്കളയിൽ എത്തിയപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാധേച്ചി എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും രാത്രിയിലത്തെ ബാലന്റെ സ്വഭാവം ഓർത്തപ്പോൾ വേണ്ട എന്ന് വെച്ചു. ഇന്ന് മഞ്ജുവിനെ പെണ്ണ് കാണുവാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, വേഗമെല്ലാം തയ്യാറാക്ക്, അമ്മ പറഞ്ഞു. ബാലന്റെ ഒരേ ഒരു സഹോദരിയാണ് മഞ്ജു. അങ്ങനെ സംസാരിച്ചിട്ടില്ല, എങ്കിലും മുഖത്ത് ചെറിയ ചിരിയെങ്കിലും ഉള്ളത് അവൾക്കാണ്. അവളെ കാണുമ്പോൾ മായയ്ക്ക് ചെറിയൊരാശ്വാസം കിട്ടും. സ്വന്തം അനിയത്തിയെ ഓർമ്മ വരും. നീ ഒരുങ്ങിയോ? അടുക്കളയിലേക്ക് കയറി വന്ന മഞ്ജുവിനോട് അമ്മ ചോദിച്ചു. ഉവ്വ്. കൂടുതലൊന്നും മിണ്ടാതെ അവൾ അമ്മയെ സഹായിച്ചു. ഇടയ്ക്ക് മായയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു. ഏതോ വലിയ കുടുംബക്കാരാണ്. ചെറുക്കൻ മാഷാണ്, മഞ്ജുവിന് ചേരുന്ന ഒരാൾ. ബാലൻ പക്ഷേ ആ സമയവും അവിടെ ഉണ്ടായിരുന്നില്ല. ആരും അയാളെ പറ്റി സംസാരിച്ചതുമില്ല. പെണ്ണ് കാണാൻ അവർ വരുന്നത് കൊണ്ട് നേരത്തെ എല്ലാ ജോലിയും തീർന്നിരുന്നു. അതുകൊണ്ട് മായ വീടെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ വീട്ടിൽ തന്നെ കാണാത്തതായി ഒരുപാട് മുറികളുണ്ട്. പലതും അടച്ചിട്ടിരിക്കുന്നു. ഒന്നും തുറക്കാൻ പോയില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. അവൾ നേരെ മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. മുകളിലേക്ക് ആരും വരാറുള്ള ലക്ഷണമില്ല. ആകെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. അവയെല്ലാം വകഞ്ഞു മാറ്റി മുകളിലെത്തിയതും താഴെ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. നിൽക്ക്, അങ്ങോട്ടാരും പോകാറില്ല. അല്ല അമ്മേ, ഞാൻ വെറുതെ തിരിച്ചിറങ്ങാനാണ് പറഞ്ഞത്. പിന്നെ ഒന്നും മിണ്ടാതെ അവൾ തിരികെ ഇറങ്ങി. താഴെ എത്തിയപ്പോൾ അമ്മയുടെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. സദാസമയം മുറി അടച്ചിട്ടിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങും. ഇനി ഇതുപോലെ ചെയ്താൽ നിന്റെ സ്ഥാനം വീടിന് പുറത്തായിരിക്കും. അത്രമാത്രം പറഞ്ഞിട്ട് അച്ഛൻ മുറിയിലേക്ക് പോയി. അമ്മ ഒന്നും പറയാതെ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് അച്ഛൻ്റെ പുറകെ പോയി. ആദ്യമായി ആ സ്ത്രീയുടെ കണ്ണിൽ സഹതാപം നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അവൾ നേരെ മുറിയിലേക്ക് പോയി കയറി വാതിലടച്ചു. നിസ്സഹായാവസ്ഥ മാത്രം. ആരുമില്ല ഒപ്പം. ഒറ്റയ്ക്കായതുപോലെ. ഏറെ നേരം കരഞ്ഞപ്പോൾ തെല്ലൊരാശ്വാസം കിട്ടി. കതകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് വാതിൽ തുറന്നത്. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ പുറത്താരുമില്ല. ചെറുതായി ഉറക്കത്തിലേക്ക് ഊർന്നു വീണതുകൊണ്ട് തോന്നൽ മാത്രമാണെന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അവിടെ ഇല്ലായിരുന്നു. പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എന്നൊരു വിളി വന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ മഞ്ജു. ചേച്ചി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. തിരിച്ചെന്തെങ്കിലും ചോദിക്കാനുള്ള സാവകാശം കിട്ടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ തോന്നി ആ നിമിഷം. പക്ഷേ വീട്ടിൽ അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു. അവരിപ്പോൾ മോൾ ഇവിടെ സന്തോഷത്തിൽ കഴിയുകയാണെന്ന ആശ്വാസത്തിലാണ്. ഭാമയുടെ കല്യാണം വരെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം, മായ മനസ്സിലുറപ്പിച്ചു. രാത്രി അത്താഴത്തിന് ശേഷം മുറിയിലേക്ക് പോവുകയായിരുന്നു. ഒരു ഇടനാഴി അവസാനിക്കുന്നിടത്താണ് മായയുടെയും ബാലൻ്റെയും മുറി. ബാലൻ ഇതുവരെ വന്നില്ല. ഇടനാഴിയുടെ തുടക്കത്തിൽ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്നും അവൾ ചെറിയൊരു ഞരക്കം കേട്ടു. ആരോ ചെറിയ ശബ്ദത്തിൽ കരയുന്നത് പോലെയും. അവൾ നോക്കിയപ്പോൾ മുറി പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. എന്താണെന്ന് അറിയണമെന്ന് തോന്നിയെങ്കിലും ഉച്ചയ്ക്ക് അച്ഛൻ്റെ ശകാരം കേട്ടത് ഓർമ്മ വന്നപ്പോൾ മുറിയിലേക്ക് തന്നെ പോയി. അന്ന് ബാലൻ വന്ന് കിടന്നതും അവൾ അറിഞ്ഞില്ല.
പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചെന്നപ്പോൾ അമ്മയും മഞ്ജുവും കൂടി ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വൈകുന്നേരമാകും ഞങ്ങൾ വരുമ്പോൾ, അച്ഛന് സമയത്തിന് ഭക്ഷണം എടുത്തു കൊടുക്കണം. ഇത്രയും പറഞ്ഞ് അവർ പോയി. ഒറ്റയ്ക്കായി വീട്ടിൽ ഒന്നുകൂടി ഒറ്റയ്ക്കായതുപോലെ. 2 ദിവസമായി രാധ വരാറില്ല. അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു. പുറകിൽ നിന്നും ആരോ വരുന്നത് പോലെ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ആരുമില്ല. തോന്നലാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. ഉച്ചയ്ക്ക് അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി മുറിയുടെ പുറത്തെത്തി. വാതിലകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. അച്ഛ എന്ന് വിളിച്ച് വാതിലിൽ മുട്ടി. 4-5 പ്രാവശ്യം മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. എന്താണ് എന്ന അർത്ഥത്തിൽ ഒന്ന് മൂളി. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി എവിടെ? അമ്മയും മഞ്ജുവും കൂടി ഒരു കല്യാണത്തിന് പോയിരിക്കുക. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അയാൾ വാതിലടച്ചു. ഇപ്രാവശ്യം അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. 2 ദിവസം കൊണ്ട് അവൾ അവിടുത്തെ കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്നു. വലിയൊരു അപകടത്തിലാണ് പെട്ടു നിൽക്കുന്നതെന്നും മനസ്സിലായി. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എല്ലാം മൂടി വെച്ചിട്ട് മുറിയിലേക്ക് പോയി. പോകുന്ന വഴി തലേ ദിവസം ശബ്ദം കേട്ട മുറിയിലേക്കൊന്ന് നോക്കി. എന്തെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോ എന്ന് ചെവി ഓർത്ത് നോക്കി. ഒന്നുമില്ല. അവൾ വീണ്ടും മുറിയിലേക്ക് നടന്നു. സന്ധ്യ കഴിഞ്ഞിട്ടും അമ്മയും മഞ്ജുവും വരുന്നില്ല. അച്ഛൻ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല. ബാലേട്ടൻ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്നതാണ്. ഇന്ന് അതും ഉണ്ടായില്ല. വിളക്ക് കെടുത്തി മുൻവശത്തെ വാതിലടച്ച് തിരിഞ്ഞതും കറണ്ട് പോയതും ഒരുമിച്ചായിരുന്നു. ഇരുട്ട്. ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടി. ആരാ? അവൾ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് കറണ്ട് വന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇല്ല, ആരുമില്ല. അതും തൻ്റെ തോന്നൽ മാത്രമാണെന്ന് വിശ്വസിച്ചു. അപ്പോഴേക്കും പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അമ്മയും മഞ്ജുവും തിരിച്ചു വന്നതാണ്. അവൾക്ക് വലിയ ആശ്വാസം തോന്നി. എന്താ അമ്മ വൈകിയത്? ചെറുക്കൻ്റെ വീട്ടിൽ കൂടി പോയിരുന്നു ചേച്ചി. മഞ്ജു ആണ് ഉത്തരം നൽകിയത്. അമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മുറിയിൽ നിന്നും ഇറങ്ങി വന്ന അമ്മ നേരെ അടുക്കളയിലെത്തി ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെച്ചു. വിളിക്കാതെ തന്നെ അച്ഛൻ ഇറങ്ങി വന്നു. അത് കഴിച്ചിട്ട് പോയി. അന്ന് രാത്രി ബാലൻ വന്നതേയില്ല. രാവിലെ പോയതാണ്. അയാൾ വരാത്തതിൽ അവൾക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. അവളിൽ നിന്നും ഒരുപാട് അകലെയാണ് അയാൾ. ഒരേ മുറിയിൽ താമസിക്കുന്നവരുടെ അടുപ്പം പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് സമയമായപ്പോൾ ബാലൻ വന്നു. ഇന്നലെ നീ എവിടെയായിരുന്നു? ആദ്യമായാണ് അമ്മ അയാളോട് കനത്ത് സംസാരിക്കുന്നത് കാണുന്നത്. ശ്യാമയുടെ വീട്ടിൽ. അത് കേട്ടതും അമ്മയും മഞ്ജുവും മായയുടെ മുഖത്തേക്ക് നോക്കി. മായ പകച്ചു നിൽക്കുകയാണ്. ഒരു പെണ്ണിൻ്റെ കൂടെ ആയിരുന്നു അയാൾ എന്ന് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്ത് കൂസലില്ലാതെയാണ് പറയുന്നതെന്ന കാര്യം അവളിൽ ദേഷ്യവും ആശ്ചര്യവും ഉണ്ടാക്കി. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ടാന്ന്. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇത്രമാത്രം പറഞ്ഞ് അയാൾ കയറിപ്പോയി. മായയ്ക്ക് എന്താ ചെയ്യേണ്ടത് പറയേണ്ടത് എന്നറിയില്ലായിരുന്നു. അമ്മ അടുക്കളയിലേക്ക് പോയി. മഞ്ജു അവളുടെ അടുത്ത് വന്ന് തോളത്ത് പിടിച്ച് ചേച്ചി എന്ന് വിളിച്ചു. അവൾ ആ കൈ എടുത്ത് മാറ്റി മുറിയിലേക്ക് പോയി. അയാൾ കിടക്കുകയായിരുന്നു. 10 മിനിറ്റ് എന്തോ ആലോചിച്ച് നിന്നിട്ട് ബാഗ് എടുത്ത് എല്ലാ സാധനങ്ങളും അവൾ എടുത്തു വെച്ചു. മുറി വിട്ട് പുറത്തിറങ്ങി. പുറത്തേക്ക് പോകുന്ന വഴിയാണ് അവളുടെ കണ്ണിൽ ആ കാഴ്ചപ്പെട്ടത്. അന്ന് ശബ്ദം കേട്ട മുറിയുടെ പൂട്ട് തുറന്നു കിടക്കുന്നു. പതുക്കെ ചാരിയിട്ടേ ഉള്ളൂ. എന്തായാലും താൻ ഇവിടെ നിന്നും പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്നറിയണം. അവൾ പതുക്കെ ആ വാതിൽ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ നോക്കി. അമ്മ ഒരു കട്ടിലിരിക്കുന്നു. അമ്മയുടെ ഒക്കെ പ്രായമുള്ളൊരു സ്ത്രീ ആ കട്ടിലിൽ കിടപ്പുണ്ട്. അമ്മ അവർക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. മായ ഇന്നേ വരെ അങ്ങനെ ഒരാളെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തിനായിരിക്കും അവരെ തൻ്റെ മുമ്പിൽ നിന്നും മറച്ചു പിടിച്ചത്? എന്തിനാ അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങൾ പക്ഷിയെപ്പോലെ ചിറകടിച്ചു വന്നു മനസ്സിലേക്ക്. അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? ഇനി ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ആരായാലും എന്താണ്? പക്ഷെ ആ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് സഹതാപം തോന്നി. ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ അവളെ പുറകിൽ നിന്നും ആരോ വിളിച്ചു. മായ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ. നിനക്ക് ഇവിടെ നിന്നും പോകണമെങ്കിൽ പോകാം, പക്ഷെ അത് ഇന്ന് രാത്രിക്ക് ശേഷം മാത്രം. അയാൾ അത് പറഞ്ഞതും മുൻവശത്തെ വാതിലടഞ്ഞു. നോക്കിയപ്പോൾ അച്ഛൻ നിന്നിരുന്ന സ്ഥലത്ത് ആരുമില്ല. അവൾ നേരെ മുറിയിലേക്ക് ഓടി. ബാലൻ അപ്പോഴും ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ജാറിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. ബാലനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയെങ്കിലും കുറച്ചു മുമ്പ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വന്നപ്പോൾ അതിന് മുതിർന്നില്ല. എന്തും വരട്ടെ, അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചവൾ പുറത്തിറങ്ങി. ആദ്യം അമ്മയെ നേരത്തെ കണ്ട മുറിയിൽ ചെന്ന് നോക്കി. അത് പഴയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അടുക്കളയിൽ ചെന്നു. അമ്മയുണ്ട്, കൂടെ മഞ്ജുവും. ചേച്ചി എന്താണ് പേടിച്ചതുപോലെ ഇരിക്കുന്നത്? എന്തെങ്കിലും കണ്ടോ? മഞ്ജു ചോദിച്ചു.
അത് വാതിൽ തന്നെ അടഞ്ഞു, മായ പേടിയോടെ പറഞ്ഞു. വാതിലോ? മഞ്ജു വീണ്ടും ചോദിച്ചു. മായ ബാക്കി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അമ്മ മഞ്ജുവിനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ അങ്ങനെ പലതും കാണും, അതിനൊന്നും ചെവിയും കണ്ണും കൊടുക്കാതിരിക്കുക. അതമ്മ, അച്ഛൻ നിന്നോടല്ലേ പറഞ്ഞത്? അമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും അവൾ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നാട് കേൾക്കുന്നത് അവളുടെ മരണവാർത്തയാണ്. തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. 28 വർഷങ്ങൾക്ക് ശേഷം 2020 ഫെബ്രുവരി മാസം. ബാലന്റെ തറവാട് നിന്നിരുന്ന സ്ഥലം ഇന്നൊരു വലിയ ബംഗ്ലാവിന് സദൃശമായ വീടാണ്. അമേരിക്കൻ മലയാളികളായ ജോസഫിനും കത്രീനയ്ക്കും വാർദ്ധക്യകാലത്ത് കേരളത്തിൽ താമസിക്കണം, ഇവിടെ വെച്ച് മരിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ മൂത്ത മകൻ മാത്തുക്കുട്ടി എന്ന മാത്യു കെ ജോസഫ് പണിതു കൊടുത്ത വീട്. 2 ദിവസം ആയതേ ഉള്ളൂ അവർ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ 1 മാസം കേരളത്തിൽ താമസിച്ചിട്ട് പോകാൻ മാത്തുക്കുട്ടിയും കുടുംബവും വന്നിട്ടുണ്ട്. അവരുടെ 50-ാം വിവാഹ വാർഷികം കൂടിയാണ് ഫെബ്രുവരി 28-ന്. അതും കൂടി ആഘോഷിച്ച് പോകാനാണ് പ്ലാൻ. ജോസഫിൻ്റെ 2ാമത്തെ മകൻ ബെന്നിയും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അവർ വരാനിരുന്നതാണ്, പക്ഷെ ബെന്നിക്ക് ലീവ് കിട്ടിയില്ല. അടുത്ത മാസം എന്തായാലും വരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. വീട് കയറി താമസത്തിൻ്റെ ആഘോഷമൊക്കെയായി ആകെക്കൂടെ ഒരു ബഹളമായിരുന്നു 2 ദിവസമായി വീട്ടിൽ. ഇന്നാണ് എല്ലാം ഒന്ന് ഒതുങ്ങിയത്. സ്വന്തം നാട്ടിൽ നിന്നും കുറച്ചകലെയാണ് വീട് പണിതതെങ്കിൽ പോലും ബന്ധുക്കൾ എല്ലാവരും തന്നെ വന്നിരുന്നു. നമുക്ക് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി പൊളിക്കണം കേട്ടോ, അന്നമോൾ പറഞ്ഞു. മാത്തുക്കുട്ടിക്ക് 2 മക്കളാണ്, കെവിനും അന്നയും. 2 പേരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. പൊളിക്കലൊക്കെ നടക്കുമോ എന്ന് കണ്ടറിയാം. അതെന്താ ഡാഡി? ഞാൻ പറഞ്ഞില്ലേ കൊറോണ എന്ന അസുഖം വ്യാപിക്കുന്നതിനെ പറ്റി. കേരളത്തിലും കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തില്ലേ? അത് വലിയ സീനില്ല ഡാഡി, ഇവിടെ ഒന്നും പടരില്ല, കെവിൻ പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതിനിനിയും ദിവസങ്ങളില്ലേ, നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്ക്, മാത്തുക്കുട്ടിയുടെ ഭാര്യ ലിസി വന്ന് വിളിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി. കുട്ടികൾ 2ഉം ഒരേ മുറിയിലാണ്, മുകളിലത്തെ നിലയിൽ. ബാക്കിയുള്ളവർ താഴെയുള്ള മുറികളിലും. രാത്രി 12-നോടടുത്ത സമയം. മുകളിലത്തെ മുറിയിൽ നിന്നും മാത്തുക്കുട്ടി എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ചെണ്ട കൊട്ടുന്നതിന് സമാനമായ ശബ്ദം. പെട്ടെന്ന് അയാൾ ലിസിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അത് പിള്ളേർ ഫോണിൽ വല്ലതും കാണുന്നതായിരിക്കും. നിങ്ങൾ കിടന്നുറങ്ങിക്ക്, പാതിരാത്രി മനുഷ്യനെ ഉറക്കം കെടുത്താനായിട്ട്. എടി, ഇതങ്ങനെയല്ല, ഫോണാണെങ്കിൽ ഇത്രയും ശബ്ദം ഉണ്ടാവുമോ? എന്നാൽ നിങ്ങൾ പോയി അന്വേഷിക്കുക. പെട്ടെന്ന് ശബ്ദം നിന്നു. ലിസി പറഞ്ഞത് ശരിയായിരിക്കുമെന്നോർത്ത് അയാൾ ഉറങ്ങി. എടാ, നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയേ? രാവിലെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാത്തുക്കുട്ടി കെവിനോട് ചോദിച്ചു. ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് പോയി മുറിയിലെത്തി, അപ്പോൾ തന്നെ കിടന്നു. ഫോണിൽ നോക്കിയിരുന്നായിരുന്നോ? ഇല്ല ഡാഡി, അന്നമോൾ നിഷ്കളങ്കതയോടെ പറഞ്ഞു. എന്താടാ? ജോസഫ് ചോദിച്ചു. അതപ്പച്ച, ഇന്നലെ രാത്രി എന്തോ ഒരു ശബ്ദം കുറേ നേരം കേട്ടു. എന്ത് ശബ്ദം? എന്താണെന്നറിയില്ല, എന്തോ കൊട്ടുന്ന പോലത്തെ. ഇവളോട് പറഞ്ഞ പിള്ളേർ ഫോണിൽ വല്ലതും കാണുന്നതായിരിക്കുമെന്ന്. ഞാൻ അങ്ങനെയാണ് ഓർത്തത് അപ്പച്ച, ലിസി പറഞ്ഞു. ചിലപ്പോൾ അടുത്ത് എവിടെ നിന്നെങ്കിലും ആകും. ഏയ്, ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നിനക്ക് തോന്നിയതാവും, പുറത്തെവിടെ നിന്നെങ്കിലും ആകും. അങ്ങനെ വിശ്വസിച്ചു എല്ലാവരും ഇരുന്നു. 2 ദിവസം ഒരു കുഴപ്പവുമില്ലാതെ പോയി. 3-ാമത്തെ ദിവസം ഇടയ്ക്ക് എപ്പോഴോ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ ലിസിയെ അടുത്ത് കാണാനില്ല. ടോയ്ലറ്റിൽ കാണുമെന്ന് കരുതി അവിടെ നോക്കി, അവിടെയില്ല. മുറി തുറന്ന് പുറത്തിറങ്ങി ലൈറ്റ് ഇട്ടു. അപ്പോൾ ലിവിംഗ് റൂമിലെ സോഫയിൽ കിടന്നുറങ്ങുകയാണവർ. ലിസി, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? മാത്തുക്കുട്ടി വിളിച്ചപ്പോൾ കണ്ണു തുറന്ന ലിസി മൊത്തത്തിൽ ചുറ്റുമൊന്ന് നോക്കി. ഞാൻ എങ്ങനെ ഇവിടെ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? എൻ്റെ ഇച്ഛായ ഞാൻ ഇവിടെ വന്ന് കിടന്നിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ? എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ മുറിയിൽ കിടന്നുറങ്ങിയതേ ഓർമ്മയുള്ളൂ. നിന്നെ നാളെ ഡോക്ടറെ കൊണ്ട് കാണിക്കണമല്ലോ. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം തുടങ്ങി. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് നിങ്ങളുടെ കെട്ടിയോള്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഇങ്ങി വാ, നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാം. എങ്ങോട്ടും വിടില്ല. പയ്യെ പിടിച്ച് വലിക്കും മനുഷ്യ, കൈ വേദന എടുക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നത് അവർ അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ലിസി എഴുന്നേറ്റ് അടുക്കളയിലെത്തിയപ്പോൾ പാല് തിളച്ച് പൊങ്ങി വരികയാണ്. അവൾ ഓടിച്ചെന്ന് ഗ്യാസ് നിർത്തി. ഭാഗ്യത്തിന് പാല് നിറഞ്ഞു ചാടിയില്ല. ഈ അമ്മച്ചി രാവിലെ തന്നെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതെവിടെ പോയി? തന്നെത്താനെ പറഞ്ഞുകൊണ്ട് അമ്മച്ചിയെ തിരഞ്ഞു. അടുക്കളവാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ അവൾ അകത്തേക്ക് കയറി ഹാളിലേക്ക് ചെന്നപ്പോഴേക്കും അപ്പുറത്തെ മുറിയിൽ നിന്ന് അമ്മച്ചി ഇറങ്ങി വരുന്നു. അമ്മച്ചി പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ പോയോ? പാലോ? ഞാനോ? നീ ഇതെന്തൊക്കെയാ ചെയ് പറയുന്നത്? ഞാനിപ്പോൾ എഴുന്നേറ്റതല്ലേ ഉള്ളൂ.
പിന്നെ ചുമ്മാ പറയല്ല അമ്മച്ചി, ഞാനല്ലാതെ അമ്മച്ചി മാത്രമേ അടുക്കളയിൽ കയറാറുള്ളൂ. പോരാത്തതിന് വേറെ ആരും എഴുന്നേറ്റിട്ടുമില്ല. എന്താ രാവിലെ തന്നെ ഒരു ബഹളം? അമ്മായിമ്മയും മരുമോളും തമ്മിൽ അടിയാണോ? ഉറക്കം എഴുന്നേറ്റ് വന്ന മാത്തുക്കുട്ടി ചോദിച്ചു. ഇച്ചായ, ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ പാല് തിളച്ചു വരുമായിരുന്നു. ഞാനല്ല എന്തായാലും അത് വെച്ചത്. പിന്നെ അമ്മച്ചി ആയിരിക്കും അല്ലേ? അതിനെന്താ, അമ്മച്ചി ആയിരിക്കും വെച്ചത്. ഞാനല്ലടാ വെച്ചത്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എന്ത് കോപ്പാണ് രണ്ടും കൂടി രാവിലെ ഈ പറയുന്നത്? എന്തെങ്കിലും ആകട്ടെ, പാല് തിളച്ചല്ലോ. എന്നാൽ ഐശ്വര്യമായിട്ട് എനിക്കൊരു ചായ ഇട്ടിട്ട് വാ ആരെങ്കിലും. എന്നാലും അതെങ്ങനെ ഈ ചായ? നീ ഒന്ന് പോയ പെണ്ണെ, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അമ്മയും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഉറക്കത്തിൽ നിന്ന് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ കിടന്നിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവളല്ലേ? അത് ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ പറഞ്ഞത്? ആര് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു? കത്രീന ചോദിച്ചു. അമ്മച്ചിയുടെ പുന്നാര മരുമോള്. അല്ല അമ്മച്ചി, ഞാൻ എഴുന്നേറ്റ് പോയിട്ടില്ല. മാത്തുക്കുട്ടി, എനിക്ക് എന്തോ ഇതൊക്കെ കേട്ടിട്ട്. എന്താ അമ്മച്ചി, നിനക്ക് ഇതിലൊക്കെ ഒരു അസ്വാഭാവികത തോന്നുന്നില്ലേ? ശരിയാ അമ്മച്ചി, ഞാനും അതുതന്നെയാ ഇങ്ങേരോട് പറഞ്ഞത്. പക്ഷെ എന്നെ കളിയാക്കി. എന്ത് അസ്വാഭാവികതയാണെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ, അമ്മച്ചി പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇച്ചായ ഞാൻ ഓർക്കുന്നത്, അന്ന് നമ്മളൊരു ചെണ്ടകൊട്ടൽ പോലത്തെ ശബ്ദം കേട്ടില്ലേ? എല്ലാം കേട്ടപ്പോൾ മാത്തുക്കുട്ടിക്കും ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. നമ്മൾ അടുത്ത ആഴ്ച പോകില്ലേ? രാത്രി ഉറങ്ങാൻ കിടന്ന സമയം മാത്തുക്കുട്ടി ലിസിയോട് ചോദിച്ചു. ഉവ്വ. ഇവിടെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് അപ്പച്ചനെ അമ്മച്ചിയും ഒറ്റയ്ക്കാക്കി പോകാൻ ഒരു പേടി. പേടിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ വീടല്ലേ, അതിൻ്റെ ആകും. നമുക്ക് വേണമെങ്കിൽ നാളെ പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞ് എന്തെങ്കിലും പ്രാർത്ഥന നടത്താം ഇവിടെ. അച്ഛൻ വന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് കാരണം മാത്തുക്കുട്ടിയും കുടുംബവും മടങ്ങാനിരുന്ന ഫ്ലൈറ്റ് ക്യാൻസലായി. ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന നിർദ്ദേശം വന്നതുകൊണ്ട് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി പുറത്തുനിന്നും ആരെയും വിളിക്കാതെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ആഘോഷങ്ങൾക്ക് ശേഷം ഉറങ്ങാൻ കിടന്ന അപ്പച്ചൻ പിറ്റേന്ന് എഴുന്നേറ്റില്ല. കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്ത് വളരെ കുറച്ചു പേരുടെ സാന്നിധ്യത്തിൽ അപ്പച്ചൻ യാത്രയായി. ആകെ താളം തെറ്റിയ അവസ്ഥ. ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു. പ്രതീക്ഷിക്കാതെ അപ്പച്ചൻ പോയി. ജോലിയുടെ കാര്യം എന്താകുമെന്ന് പോലും അറിയില്ല. 1 മാസം ലീവിൽ വന്നതാണ്. ഇനി എന്ന് മടങ്ങാൻ കഴിയും? ഓർത്തിട്ട് തന്നെ മാത്തുക്കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. എന്തൊക്കെയോ ചിന്തിച്ച് അയാൾ ഉറങ്ങി. ദിവസങ്ങൾ കൊഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അനുവാദമില്ലാതെ ഒരാളും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അന്ന് രാത്രി അവരുടെ വീട്ടിൽ ഒരു സംഭവമുണ്ടായി. കുട്ടികൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ കട്ടിൽ പതിയെ പൊങ്ങി. എന്നിട്ട് തൊട്ടിൽ പോലെ ആടാൻ തുടങ്ങി. അവർ ഉണർന്ന് പേടിച്ചു കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട മാത്തുക്കുട്ടിയും ഭാര്യയും ഓടി മുകളിലേക്ക് വന്നു. വാതിൽ തുറന്നു. പെട്ടെന്ന് കട്ടിൽ നിലത്ത് നിന്നു. കുട്ടികൾ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പേടിക്കണ്ടാട്ടോ, വാ ഞങ്ങളുടെ കൂടെ കിടന്നോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് താഴത്തേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇത് ചെറിയ കാര്യമൊന്നും അല്ലെന്ന്. മാത്തുക്കുട്ടി പിറ്റേ ദിവസം ലിസിയോട് കയർത്തു. ഞാൻ അറിഞ്ഞോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ ലോക്ക്ഡൗൺ അല്ലേ. നീ പിള്ളേരെ അമ്മച്ചിയും ഒക്കെ നന്നായി ശ്രദ്ധിക്കേ. അപ്പോൾ നിങ്ങൾ എവിടെ പോവാ? മാങ്ങ പറിക്കാൻ പോകണോ? മാങ്ങ അല്ല, ചക്ക. ഞാൻ ശ്രദ്ധ വേണമെന്നേ പറഞ്ഞുള്ളൂ. ഒരു വീട്. അന്നേ ഞാൻ പറഞ്ഞതാണ് വീടും കൂടും ഒന്നും ഉണ്ടാക്കണ്ട, അവർ നമ്മുടെ കൂടെ നിന്നോളൂ അവിടെയെന്ന്. പിള്ളേരെ നോക്കാനും ആളായി. അപ്പോൾ നിങ്ങൾക്കല്ലേ നിർബന്ധം? ആ ബെന്നിയെ കണ്ടുപിടിക്ക്. 5 പൈസ ഈ വീടിന് മുടക്കിയിട്ടുണ്ടോ? ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല. അതുകൊണ്ട് എന്താണ്? അവൻ്റെ ജോലി പോയില്ല. നമ്മുടെയൊക്കെ ജോലി തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കാണുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ലിസി? എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണിത്. അവരുടെ ആഗ്രഹമായിരുന്നു കേരളത്തിൽ വന്ന് താമസിക്കണമെന്ന്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു കൊടുത്തു. അത് ബെന്നി ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയില്ല. പിന്നെ ജോലി, അതും അവർ എന്നെ അതേപോലെ ഒരു കുറവില്ലാതെ പഠിപ്പിച്ചിട്ട് കിട്ടിയതാണ്. നിന്നെ ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ട് അങ്ങ് പോകുമ്പോൾ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാനല്ലേ വാങ്ങിച്ചു തന്നത്. അതുകൊണ്ട് കൂടുതൽ നെകളിക്കല്ലേ. ജോലി പോയാൽ അങ്ങ് പോകും. ഈ നാട്ടിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്, അതെടുത്ത് ജീവിക്കും. ഇനി ഇതുപോലത്തെ വർത്താനം പറയാൻ നിന്റെ പല്ല് താഴെ കിടക്കും. അപ്പച്ചൻ മരിച്ച് 40 ആയില്ല, എന്നിട്ട് അവളുടെ വർത്താനം കേട്ടില്ലേ? ലിസി പിന്നെ ഒന്നും മിണ്ടിയില്ല. അന്ന് ഇന്ത്യ മുഴുവൻ ഏപ്രിൽ 14 വരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അന്ന് രാത്രി പേടിച്ച് കരഞ്ഞുകൊണ്ട് ലിസി ലിവിംഗ് റൂമിലേക്ക് ഓടി വന്നു. മാത്തുക്കുട്ടിയും പിള്ളേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മച്ചി നേരത്തെ ഉറങ്ങി. അപ്പച്ചൻ മരിച്ചതിൽ പിന്നെ അമ്മച്ചി മിക്കപ്പോഴും ആ മുറിയിൽ തന്നെയാണ്. എന്താ ലിസി, എന്തു പറ്റി? ഇച്ചായ, അവിടെ ഒരു കറുത്ത രൂപം. എവിടെ? മാത്തുക്കുട്ടി ചാടി എഴുന്നേറ്റ് ചോദിച്ചു. പിള്ളേർ പേടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചു. വർക്ക് ഏരിയയിൽ. ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടതാ, പിന്നെ നോക്കിയപ്പോൾ ഇല്ല.
നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ. വേണ്ട ഇച്ചായ, അങ്ങോട്ട് പോകണ്ട. നീ പേടിക്കാതെ, വല്ല കള്ളനുമാണെങ്കിലോ? അല്ല ഇച്ചായ, ഇത് വേറെ എന്തോ ആണ്. എന്തായാലും ഞാൻ നോക്കട്ടെ. എന്നാൽ ഞാനും വരാം. ഇച്ചാൻ ഒറ്റയ്ക്ക് പോകണ്ട. അപ്പോൾ പിള്ളേരോ? ഇവരെ നോക്കണ്ടേ? ഞങ്ങളും വരാം ഡാഡി. എന്നാ വാ, സൂക്ഷിക്കണേ. അടുക്കളയിലെത്തി. ആദ്യം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആരുമില്ല. വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ലിസി തടഞ്ഞു. വേണ്ട ഇച്ചായ, തുറക്കണ്ട. പിന്നെ ആരാണെന്ന് നോക്കണ്ടേ? വേണ്ട ഡാഡി, പേടി തോന്നുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. ബാത്തുകുട്ടി പയ്യെ വാതിൽ തുറന്നു. പുറത്തിറങ്ങി മൊബൈലിൻ്റെ വെളിച്ചത്തിൽ എല്ലായിടത്തും നോക്കി. ആരുമില്ല. അകത്തേക്ക് കയറി വാതിലടച്ചു. അവിടെ ആരുമില്ല. നിങ്ങൾ വാ. ലിസി, ഇന്നിനി പാത്രം ഒന്നും കഴുകണ്ട. രാവിലെ എഴുന്നേറ്റ് ചെയ്യാം. ലൈറ്റ് നിർത്തി വാ, കിടക്കാം. ഇച്ചായ പോകല്ലേ, ഞാനിതൊന്ന് ഒതുക്കി വെക്കട്ടെ. ശരി, പെട്ടെന്ന്. അമ്മച്ചി ഇപ്പോൾ ഒന്നും അറിയാതെ ഉറക്കമാണ്. മക്കളെ വിളിച്ച് മുറിയിൽ പോയി എല്ലാവരും കിടന്നു. രാത്രിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവിടെ ഇവിടെ നിന്നായി കേൾക്കുന്നുണ്ട്. മാത്തുക്കുട്ടി എഴുന്നേറ്റ് നോക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ ലിസി തടഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ മാത്തുക്കുട്ടി ആദ്യം ചെയ്തത് തൊട്ടടുത്ത വീട്ടിൽ പോവുകയാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് 2 മാസം ആകാറായെങ്കിലും അയൽപക്കത്തെ ആളുകളെ ഒന്നും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർ ഉണ്ടായിരുന്നു വീട്ടിൽ. പരിചയപ്പെടുക എന്നതിലുപരി ഈ വീട്ടിൽ നടക്കുന്ന അസ്വാഭാവിക കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി കൂടിയായിരുന്നു സന്ദർശനം. ആ വീട്ടിലെ ഗ്രഹനാഥനായ മോഹനെ മാറ്റി നിർത്തി മാത്യു ചിലത് ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നിട്ട് കഷ്ടിച്ച് 5 വർഷം ആകുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നേരത്തെ വേറൊരു വീടായിരുന്നു. അവർക്കിവിടെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. ആ വീട് പൊളിച്ചു കളഞ്ഞ് സ്ഥലം മുഴുവൻ പ്ലോട്ടായി തിരിച്ചു വിറ്റു. ആ സമയത്താണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും. ഈ അടുത്ത് കാണുന്ന വീടുകൾ മുഴുവനും ഈ 5 വർഷത്തിനുള്ളിൽ വന്നതാണ്. പൊളിച്ചു കളഞ്ഞ ആ പഴയ വീടിനെ പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അല്ല, എന്താ ആ വീടിനെ പറ്റി കേട്ടത്? അത് അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. കുറേ മരണങ്ങളൊക്കെ അടുത്തടുത്തുണ്ടായി. അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ആരും നോക്കാനില്ലാതെ വീടൊക്കെ നശിച്ചു പോയ സമയത്താണ് എല്ലാം വിറ്റതും പൊളിച്ചു കളഞ്ഞതും ഒക്കെ. താങ്ക് യു. വീട്ടിൽ ചെറുതായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അസ്വാഭാവികമായ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തെപ്പറ്റി അറിയാമോ എന്ന് തിരക്കിയത്. ആണോ? എനിക്കിത്രേ അറിയുള്ളൂ. ഈ നാട്ടിൽ നേരത്തെ തൊട്ട് താമസിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ കൂടുതൽ അറിയാമായിരിക്കും. നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതും ശരിയാ. പേടിക്കേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടാകും. എൻ്റെ നമ്പർ ഞാൻ തരാം. വളരെ ഉപകാരം. നമ്പറും വാങ്ങി മാത്തുക്കുട്ടി വീട്ടിലേക്ക് നടന്നു. എന്താ ഈ ചായ, എന്തേലും അറിഞ്ഞോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് ഏതോ വീടുണ്ടായിരുന്നെന്ന്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഇല്ലാഞ്ഞിട്ടാണോ ഇന്നലെ നീ കിടന്ന് നിലവിളിച്ചോണ്ട് ഓടിയത്? അതും നേരാ. നമുക്ക് ഈ വീട് വിറ്റാലോ പെട്ടെന്ന്? നീ മണ്ടത്തരം പറയല്ലേ ലിസി. ഈ സമയത്ത് എങ്ങനെ വീട് വിൽക്കുന്നേ? മനുഷ്യനൊന്ന് പുറത്തിറങ്ങാൻ പോലും ആകുന്നില്ല. ഞാൻ മറന്നു. പക്ഷെ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ സമയവും എനിക്ക് പേടി തോന്നുവാ. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടുണ്ടോ? നീ പേടിക്കേണ്ട, ഞാനില്ലേ. അമ്മച്ചിയെയും മക്കളെയും നന്നായി ശ്രദ്ധിക്കണം. അപ്പച്ചൻ്റെ മരണം പോലും ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിൽ സംശയമാണ്. ഇച്ചായ, പേടിക്കേണ്ട, തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ. നീ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. ലിസി അകത്തേക്ക് കയറിപ്പോയി. മാത്തുക്കുട്ടി ഇതെല്ലാം ആലോചിച്ച് കസേരയിലിരുന്നു. വൈകുന്നേരം. നല്ല മഴ, ഇടിയും മിന്നലും ഉണ്ട്. കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. വാതിൽ അടച്ചിട്ട് അകത്തിരിക്കുകയാണ് എല്ലാവരും. പെട്ടെന്ന് അമ്മച്ചി അകത്തുനിന്നും വിളിച്ചു. മാത്തുക്കുട്ടി, വേഗം വന്നേ. എല്ലാവരും ഓടിച്ചെന്നു. എന്താ അമ്മച്ചി? അപ്പച്ചൻ. അപ്പച്ചനോ? എവിടെ? ദേ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഈ കട്ടിലിരിക്കുമായിരുന്നു. എൻ്റെ തലയിൽ തലോടി. അപ്പോഴാ ഞാൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിരുന്നപ്പോഴേക്കും കാണാനില്ല. മാത്തുക്കുട്ടിയും ലിസിയും പരസ്പരം നോക്കി. അത് അപ്പച്ചനെക്കുറിച്ച് മാത്രം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തോന്നുന്നതാ. അല്ല മോനെ, ഇപ്പോഴും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ദേ ഇവിടെ ഈ നെറ്റിയിൽ അപ്പച്ചൻ്റെ കയ്യിലെ ചൂട്. അമ്മച്ചി വാ, ഇങ്ങനെ മുറി അടച്ചിരിക്കല്ലേ, ഞങ്ങളുടെ കൂടെ വന്നിരിക്കെ. അന്ന് രാത്രിയും ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ഉറക്കമില്ലാത്ത രാത്രികൾ പലതും അങ്ങനെ കടന്നുപോയി. ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപങ്ങളും പലയിടത്തായി മിന്നിമറഞ്ഞു. ഏപ്രിൽ 30 വരെ 2ാം ഘട്ട ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചു. ആർക്കും ഇതുവരെ അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഓരോ ദിവസവും പേടിച്ചുള്ള ജീവിതം ദുസ്സഹമായിരുന്നു അവർക്ക്. പിള്ളേരുടെ മാനസികാവസ്ഥയെ അത് കാര്യമായി ബാധിച്ചു. കളിയില്ല, ചിരിയില്ല. എപ്പോഴും ഡാഡിയുടെയോ മമ്മിയുടെയോ കൂടെ പേടിച്ചിരിക്കും. അനിയൻ ബെന്നിയും അടുത്തുള്ളവരും എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പേടി അകറ്റാനായില്ല. അപകടമൊന്നുമില്ല എന്നുള്ള ഏക ആശ്വാസവും അന്നത്തെ ദിവസം കൊണ്ടില്ലാതായി. മുകളിൽ ടെറസിൽ തുണി ഉണക്കാൻ ഇട്ടിട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ലിസിയെ ആരോ പിടിച്ചു തള്ളി.
പെട്ടെന്ന് എവിടെയോ പിടുത്തം കിട്ടിയതുകൊണ്ട് വീഴാതെ രക്ഷപ്പെട്ടു. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് മാത്തുക്കുട്ടി തീരുമാനിച്ചു. ഏപ്രിൽ 30 ലോക്ക്ഡൌണിന് കൂടുതൽ ഇളവുകൾ ലഭിച്ചപ്പോൾ മോഹനെ വിളിച്ച് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി പുറപ്പെട്ടു. കൂടെ മാത്തുക്കുട്ടിയുടെ ഒരു ബന്ധുവുമുണ്ട്, ജോയ്. പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണ്. അവിടെ നിന്നും 5-6 കിലോമീറ്റർ അകലെയാണ് താമസം. ഈ സ്ഥലം അവർക്ക് കൊടുത്ത ആളുടെ അടുത്തേക്കാണ് ആദ്യം പോയത്. അയാൾ പ്ലോട്ടായി തിരിച്ച് വിൽപ്പന നടത്തിയ സമയത്താണ് ഈ സ്ഥലം വാങ്ങുന്നത്. മോഹനെ പോലെ തന്നെ അയാൾക്കും കൂടുതലൊന്നും ഈ സ്ഥലത്തിനെ പറ്റി അറിയില്ലായിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്ന സമയം വിറ്റതാണ്. പിന്നെ അവർ അന്വേഷിച്ചത് ആ സ്ഥലത്തിൻ്റെ ആദ്യത്തെ ഉടമയെക്കുറിച്ചാണ്. ഫോൺ നമ്പർ സംഘടിപ്പിച്ച് പലതവണ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ്. ഇനി നമ്മൾ എന്തു ചെയ്യും? ജോയ് ചോദിച്ചു. നോക്കാം, എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. അന്ന് രാത്രി ജോയ് ആ വീട്ടിൽ കിടക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയം ആരോ കഴുത്തിൽ പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ചു. രാവിലെ നിലത്ത് ബോധം പോയി കിടക്കുന്ന ജോയിയെയാണ് മാത്തുക്കുട്ടി കണ്ടത്. മുഖത്ത് വെള്ളം തിളപ്പിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ജോയി പേടിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി. ജീവൻ തിരിച്ചുകിട്ടിയ സമാധാനത്തിൽ രാത്രി നടന്ന സംഭവം പറഞ്ഞു. നീ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യ് ജോയി, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, മാത്തുക്കുട്ടി പറഞ്ഞു. വേണ്ട, ഇപ്പോഴാണ് ഇതിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. ഇനി നിന്നെയും കുടുംബത്തെയും ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് എനിക്ക് പോകാൻ സാധിക്കില്ല. ഇതിനൊരു അവസാനം ഉണ്ടാകുന്നത് വരെ ഞാൻ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. എങ്കിൽ ശരി, അല്ലാതെ എന്ത് പറയാനാണ്? ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നാട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കണം. പണ്ട് തൊട്ട് താമസിക്കുന്ന പലരും കാണുമല്ലോ. മോഹനേട്ടൻ ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. ഒരുമിച്ചിറങ്ങാം, നീ ഫ്രഷായി വാ. ജോയ് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും മോഹനൻ വന്നു. നമുക്കിറങ്ങാം, ഒരു 10 മിനിറ്റ്, ജോയ് ഇപ്പോൾ വരും. പിന്നെ ചേട്ടാ, ഇന്നലെ രാത്രി ഒരു സംഭവം കൂടി ഉണ്ടായി. എന്താ? നടന്ന കാര്യം മാത്തുക്കുട്ടി പറഞ്ഞു കൊടുത്തു. നീ ഇത്ര വേഗം റെഡിയായോ? പിന്നല്ലാതെ. മോഹനേട്ടൻ എപ്പോഴാണ് വന്നത്? 10 മിനിറ്റ് ആയി കാണും. ലിസി, നീ അമ്മച്ചിയും പിള്ളേരെ നോക്കിക്കോണേ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഞാൻ രമണിയോട് പറഞ്ഞേക്കാം വീട്ടിലെ പണിയൊക്കെ തീരുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ. അവൾ എന്തായാലും ഒറ്റയ്ക്കല്ലേ അവിടെ, നിങ്ങൾക്കൊരു കൂട്ടുമാകും. മോഹനൻ്റെ ഭാര്യയാണ് രമണി. അവർ നേരെ പോയത് ആ നാട്ടിലെ മെയിൻ ജംഗ്ഷനിലേക്കാണ്. അവിടെ പല നാട്ടുകാരെയും കണ്ട് സംസാരിച്ചപ്പോഴാണ് പണ്ട് അവിടെ ജോലിക്ക് നിന്നിരുന്ന രാധയെപ്പറ്റി അറിയുന്നത്. അമ്മ മരിച്ചിട്ടിപ്പോൾ 10 വർഷമായി, രാധയുടെ മകൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവരുടെ മുഖം വാടി. എന്തു പറ്റിയതായിരുന്നു? അമ്മ കിടപ്പിലായിരുന്നു. 18 വർഷമായി. നിങ്ങൾ ഈ പറഞ്ഞ വീട്ടിൽ ജോലിക്ക് പോയതാണ്. അവിടെ എന്തോ കണ്ട് പേടിച്ചെന്നാണ് പറഞ്ഞത്. പിറ്റേന്ന് മുതൽ പനിയായിരുന്നു. പിന്നീട് സംസാരിച്ചിട്ടുമില്ല, എഴുന്നേറ്റിട്ടുമില്ല, കിടന്ന കിടപ്പായിരുന്നു. എന്താ കണ്ടതെന്ന് പറഞ്ഞോ? ഇല്ല, അന്ന് ഞാൻ കുട്ടിയായിരുന്നു. 7 വയസ്സുണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതുകൊണ്ട് കൂടുതലൊന്നും അറിയില്ല. കൂടുതലൊന്നും ചോദിച്ചിട്ടുമില്ല ആരോടും. അച്ഛനും 2 വർഷം മുമ്പ് പോയി. അച്ഛൻ ഒരുപക്ഷെ അമ്മ പറഞ്ഞറിയാമായിരുന്നിരിക്കാം. ഓക്കെ, താങ്ക്സ്. അവർ അത് പറഞ്ഞിറങ്ങി. ഓരോ വഴികളായി അടയുവാണല്ലോ മാത്തുക്കുട്ടി. അടഞ്ഞ വഴികളൊക്കെ നമുക്ക് തുറപ്പിക്കാമെന്നേ എന്ന് പറഞ്ഞ് മാത്തുക്കുട്ടി വണ്ടിയെടുത്തു. പെട്ടെന്നാണ് വണ്ടിയുടെ പുറകിൽ കൂടി ഓടി വരുന്ന രാധയുടെ മകനെ കണ്ണാടിയിലൂടെ ജോയി കാണുന്നത്. വണ്ടി നിർത്ത്, ദേ. ആരാ? വണ്ടി നിർത്തി, മാത്തുക്കുട്ടി ചോദിച്ചു. അപ്പോഴേക്കും അയാൾ ഓടി വണ്ടിയുടെ അടുത്ത് എത്തിയിരുന്നു. നിങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അതെൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ ഒരു മകളുണ്ട്, ശ്യാമ. ചേച്ചി ഇപ്പോൾ ഡൽഹിയിലാണ്. പുള്ളിക്കാരി ആ വീട്ടിലുള്ള ഒരു ബാലചന്ദ്രൻ എന്ന ആളുമായി സ്നേഹത്തിലായിരുന്നെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി മരിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ് ചേച്ചി ഡൽഹിയിൽ ജോലിക്കെന്ന് പറഞ്ഞു പോയി. വല്ലപ്പോഴും വരാറുണ്ട് അച്ഛനെയും അമ്മയും കാണാൻ. ശ്യാമയുടെ നമ്പറുണ്ടോ? നമ്പറൊന്നുമില്ല. ഒരു സെക്കൻഡ്, ചിലപ്പോൾ ഫാമിലി ഗ്രൂപ്പിൽ കാണും, നോക്കട്ടെ. ആ, ഉണ്ട് കേട്ടോ. നമ്പർ വാങ്ങി നന്ദിയും പറഞ്ഞവർ പുറപ്പെട്ടു. ഈ നമ്പർ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? പറയാൻ പറ്റില്ല. നമ്മൾ അന്വേഷിക്കാതെ തന്നെ ഇങ്ങോട്ട് തെളിഞ്ഞു വന്ന വഴിയല്ലേ. എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല, മാത്തുക്കുട്ടി മോഹനോട് പറഞ്ഞു. വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് മാത്തുക്കുട്ടി പുറത്തേക്കിറങ്ങി. എന്താടാ ഇവിടെ വണ്ടി നിർത്തിയത്? നമുക്ക് ആ ശ്യാമയെ വിളിക്കണ്ടേ? സമയം പാഴാക്കാനില്ലല്ലോ. ശരിയാ, നീ വിളി, ജോയി പറഞ്ഞു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നാ കുഴപ്പമില്ല, എടുക്കുമായിരിക്കും. എടുക്കുന്നില്ലല്ലോ, ഒന്നുകൂടി ട്രൈ ചെയ്യ്. 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഹലോ, ഹലോ, ശ്യാമയല്ലേ? അതെ, ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് മാത്യു എന്നാണ്. നമ്മൾ തമ്മിൽ പരിചയമില്ല. ഞാൻ വിളിച്ചതൊരു കാര്യം അറിയാൻ വേണ്ടിയാണ്. എന്താണ്? ശ്യാമയ്ക്ക് ബാലചന്ദ്രൻ എന്ന ആളെ അറിയുമോ? ആ പേര് കേട്ടതും 2 മിനിറ്റ് അപ്പുറത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. ഹലോ, കേൾക്കുന്നില്ലേ? നിങ്ങൾ ബാലൻ്റെ ആരാണ്? ഞാൻ ആരുമല്ല, പക്ഷേ എനിക്ക് ബാലനെക്കുറിച്ച് അറിയണം, അയാളുടെ വീട്ടുകാരെ പറ്റിയും. ആരുമല്ലെങ്കിൽ പിന്നെ അറിയുന്നതെന്തിന്? ശ്യാമ ഇപ്പോൾ എവിടെയാണ്? ഡൽഹിയിലാണോ? എനിക്ക് നിങ്ങളോട് ആരെയും കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു.
അവർ ഫോൺ കട്ട് ചെയ്തല്ലോ. ഒന്നുകൂടെ വിളിക്ക്, നമ്മുടെ അവസ്ഥ പറ. വീണ്ടും വിളിച്ചു. നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് പ്ലീസ്. ഫോൺ കട്ട് ചെയ്യരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വേറെ ഒന്നിനു വേണ്ടിയല്ല. ബാലൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പുതിയ വീട് പണിത് താമസം തുടങ്ങിയ ആളാണ് ഞാൻ. ഞങ്ങൾക്കിപ്പോൾ കുറേ അധികം അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് നിങ്ങളെപ്പറ്റി അറിയുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ വഴി ഒരുപക്ഷെ സാധിച്ചേക്കുമെന്ന് കരുതി വിളിച്ചതാ. അപ്പോൾ അവൾ ഇപ്പോഴും പറഞ്ഞത് മുഴുമിപ്പിച്ചില്ല ശ്യാമ. അവളോ? ആര്? മാത്തുക്കുട്ടി ചോദിച്ചു. അവൾ മായ. അതാരാണ്? പറയുവാൻ കുറേയുണ്ട്. നേരിട്ട് കാണുമായിരുന്നെങ്കിൽ പറയാമായിരുന്നു. അതിന് ശ്യാമ ഇവിടെയുണ്ടോ? ഉണ്ട്, പക്ഷേ ഡൽഹിയിൽ നിന്നും എത്തിയിട്ട് ക്വാറന്റൈനിലാണ്. 2 ദിവസം കഴിഞ്ഞാൽ തീരും. ഞാൻ വിളിക്കാം. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. ഇതുതന്നെയാണോ വാട്സപ്പ് നമ്പർ? അതെ, മറക്കരുത്. 2 കുട്ടികളും അമ്മയും ഒക്കെ ഉള്ള വീടാണ്. തീർച്ചയായും വിളിക്കാം. എന്താ അവൾ പറഞ്ഞത്? മോഹനൻ ചോദിച്ചു. ഏതോ മായയുടെ കാര്യം പറഞ്ഞു. അതാരാ? അറിയില്ല. ശ്യാമ ഇപ്പോൾ നാട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്വാറന്റൈനിലാണ്. 2 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 2 ദിവസം നോക്കിയിരിക്കണ്ടേ? ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കേ. ഇതിനൊരു തീരുമാനം ആകുന്നത് വരെ, ജോയി പറഞ്ഞു. ഞാൻ വരുന്നില്ല. അവരെ മാത്രം കൊണ്ടുവിടാം. ആ വീട് ചുമ്മാ അടച്ചിട്ടാൽ ശരിയാകില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ ഒറ്റയ്ക്ക് താമസിക്കണ്ട, ഞാനും ഉണ്ടാവും, ജോയി പറഞ്ഞു. അവർ നേരെ വീട്ടിലെത്തി. ഇച്ചായനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ജോയി ഇല്ലേ? അതേ ലിസി, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ അടുത്തില്ലേ, മോഹനൻ പറഞ്ഞു. എന്നാലും മോനെ നീയും വാ. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പേടിക്കേണ്ട അമ്മച്ചി. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നില്ലെങ്കിൽ ശരിയായില്ല. പിന്നെ ഈ വീട് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ട വരും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ അപ്പച്ചൻ അവസാനമായി താമസിച്ച വീടല്ലേ. ചുമ്മാ അതങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ചെല്ല്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങളെ കൂട്ടാനായി ഞാൻ വരും. എന്നാലും ഇച്ചായ, ഞാൻ വിളിക്കാടി. അവരിറങ്ങി. ജോയിയാണ് കൊണ്ടാക്കുവാൻ പോയത്. 1 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്ന ജോയി കാറിൽ നിന്നും ഇറങ്ങി വേഗം അകത്തേക്ക് കയറി. അകത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന മാത്തുക്കുട്ടിയും മോഹനും അവൻ്റെ വരവ് കണ്ട് എഴുന്നേറ്റു. എന്താടാ, എന്താ പറ്റിയത്? എടാ, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്താ? നിങ്ങളിരിക്കെ. 3 പേരും ഇരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കെട്ടികളോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂടെ ശ്യാമയുടെയും പിന്നെ ഏതോ മായയുടെയും പേര് പറഞ്ഞില്ലേ, അതും. അപ്പോൾ അവൾ പറയുക, അവൾക്കൊരു കൂട്ടുകാരിയുണ്ട് നാട്ടിൽ, ഭാമ. ഭാമയ്ക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപ് ആത്മഹത്യ ചെയ്തു. ഭർത്താവിന് വേറൊരു സ്ത്രീയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടാണെന്നാ പറഞ്ഞത്. ഭർത്താവിൻ്റെ പേര് ബാലചന്ദ്രൻ എന്ന് അവൾ ഓർക്കുന്നുണ്ട്. അയാളുടെ കാമുകിയുടെ പേര് അറിയില്ല. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് അന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അന്ന് അവൾ കല്യാണമൊക്കെ കൂടിയതാണെന്നാ പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ശ്യാമ ഇഷ്ടപ്പെടുന്ന ആളുടെ ഭാര്യയായിരിക്കും ഈ മായ. അതറിയാൻ എന്താ വഴി? നിന്റെ ഭാര്യയുടെ കയ്യിൽ കൂട്ടുകാരിയുടെ നമ്പറില്ലേ? മാത്തുക്കുട്ടി ചോദിച്ചു. ഉവ്വ, അവൾ ഇടയ്ക്ക് വിളിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ പിന്നെ അത് വാങ്ങാത്തതെന്താ? സോറിയിടാ, ഞാനത് മറന്നു. പെട്ടെന്ന് നിന്നോട് ഇത് പറയാനുള്ള വെപ്രാളത്തിൽ. ശരി, നീ അവളെ വിളിച്ചാൽ നമ്പറിങ് വാങ്ങ്. അവർ ഭാമയെ വിളിച്ചു സംസാരിച്ചു. ശ്യാമ പറഞ്ഞത് അവളുടെ സഹോദരി മായയെപ്പറ്റി തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ഭാമയോട് അനുവാദം ചോദിച്ചു. അവർ അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഭാമ ഇപ്പോൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം കുറച്ചകലെ ഒരു വീട്ടിലാണ് താമസം. വീട്ടിൽ മായയുടെ അച്ഛനും അമ്മയുണ്ട്. അവരെ കാണാനാണ് പോകുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും അവർ സ്ഥലത്തെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട്. കാറിൻ്റെ ശബ്ദം കേട്ടതും വാതിൽ തുറന്ന് ഒരു വൃദ്ധൻ ഇറങ്ങി വന്നു. നിങ്ങളാണോ ഭാമ വരുമെന്ന് പറഞ്ഞ ആളുകൾ? അയാൾ ചോദിച്ചു. അതെ, കയറിയിരിക്കും. അമ്മിണി, ദേ അവർ വന്നു. ഒരു പ്രായം ചെന്ന സ്ത്രീ അകത്തുനിന്നും ഇറങ്ങി വന്നു. ഭാമ പറഞ്ഞുവെന്നറിയില്ല, ഞങ്ങൾ മായയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത്. പറഞ്ഞായിരുന്നു. മായ എന്ന പേര് കേട്ടതും ആ അമ്മ കരയുവാൻ തുടങ്ങി. നിങ്ങൾ കാര്യമാക്കണ്ട, മോള് പോയതിൽ പിന്നെ ഇവൾ ഇങ്ങനെയാണ്. സോറി. അത് സാരമില്ല, ചോദിച്ചോളൂ. മായ എങ്ങനെയാണ് മരിച്ചത്? അവള്, എൻ്റെ കുഞ്ഞ്, ഒരു പാവമായിരുന്നു. അവരെ പോലെ ഉള്ള ഒരു വീട്ടുകാരുമായി ബന്ധമുണ്ടാക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നിട്ട് കൂടി ഒന്നും തരേണ്ട എന്ന് പറഞ്ഞ് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയപ്പോഴേ ചിന്തിക്കേണ്ടതായിരുന്നു എന്തെങ്കിലും കാരണം അതിൻ്റെ പുറകിൽ കാണുമെന്ന്. അവന് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു പോലും. അവൻ എപ്പോഴും അവളുടെ വീട്ടിലായിരുന്നു. ഇതറിഞ്ഞ് ഞങ്ങളുടെ മോള്, ആ അച്ഛൻ പറഞ്ഞത് മുഴുമിപ്പിക്കാനാകാതെ കരഞ്ഞു. 2 മിനിറ്റിന് ശേഷം കരച്ചിലൊന്ന് അടങ്ങിയപ്പോൾ മാത്തുക്കുട്ടി വീണ്ടും ചോദിച്ചു. മായയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ അവന് അച്ഛൻ, അമ്മ, പെങ്ങൾ. അവർ ഇപ്പോൾ എവിടെയുണ്ടെന്നറിയോ? അവരെല്ലാം മരിച്ചിട്ട് വർഷങ്ങളായി. മായയുടെ അച്ഛൻ്റെ ആ മറുപടി കേട്ട് അവർ ഞെട്ടി. എങ്ങനെ?
അവരെല്ലാവരും മരിച്ചോ? ഉവ്, എൻ്റെ മകള് പോയിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് അവർ ഓരോരുത്തരായി മരിച്ചു. അവളെ കൊന്നതിൻ്റെ ശാപമാണ്. ഞങ്ങൾക്കുറപ്പാണ്. മായയുടെ ഒരു ഫോട്ടോ ഉണ്ടോ കാണാൻ? അമ്മിണി, ആ ഫോട്ടോ ഇങ്ങ് എടുത്തോണ്ട് വാ. അമ്മ അകത്തേക്ക് പോയി ഫോട്ടോ കൊണ്ടുവന്നു മാത്തുക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. പഴയ ഫോട്ടോ ആണെങ്കിലും ഇപ്പോഴും ജീവൻ തുളുമ്പുന്ന ഐശ്വര്യമുള്ള മുഖം. മാത്തുക്കുട്ടി മറ്റു 2 പേരെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ശരി, ഒരുപാട് നന്ദി, ഞങ്ങൾ വിളിക്കാം. അവരവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ മായയുടെ ആത്മാവാണോ അവിടെ ഉള്ളത്? കാറിൽ വെച്ച് മോഹനൻ ചോദിച്ചു. ഇത്രയും കേട്ടത് വെച്ച് ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ശ്യാമ ഈ കഥയിൽ വില്ലത്തിയല്ലേ? അപ്പോൾ അവളെ ഇനി കാണേണ്ട ആവശ്യമുണ്ടോ? മാത്തുക്കുട്ടിയുടെ മറുപടി കേട്ട് ജോയി ചോദിച്ചു. ശ്യാമയെ കാണേണ്ട ആവശ്യമുണ്ട്. മായയുടെ മരണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ചു. ശ്യാമയുടെ കാമുകൻ കൂടിയായ ബാലചന്ദ്രൻ ഉൾപ്പെടെ. മായയുടെ ആത്മാവാണ് അവിടെ ഉള്ളതെന്ന് നമ്മുടെ നിഗമനം മാത്രമാണ്. ഏതാണ് ശരി എന്നറിയാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ശ്യാമയ്ക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. അവൾ കള്ളം പറഞ്ഞാലോ? നോക്കാന്നേ. ഇത്രയുമായ സ്ഥിതിക്ക് അതൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ഉറപ്പിന് നമുക്ക് നമ്മുടെ ജോർജേട്ടനെ കൂടെ കൊണ്ടുപോകാം. അതാരാ ജോർജേട്ടൻ? മോഹനൻ ചോദിച്ചു. ഞങ്ങളുടെ കുടുംബക്കാരനാണ്. IPS ഓഫീസർ ആയിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയർഡായി. സർവീസിൽ ഇരുന്ന സമയത്ത് പല വലിയ കേസുകളും തെളിയിച്ചിട്ടുണ്ട്. കള്ളം പറയുന്ന ഒരാളെ മനസ്സിലാക്കാൻ പുള്ളിക്ക് നിമിഷ നേരം മതി. എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്ക്. അടുത്ത ദിവസം തന്നെ വരാൻ പറ. എടാ മാത്തുക്കുട്ടി, ജോർജേട്ടൻ എങ്ങനെ വരും? പുള്ളി അങ്ങ് കൊല്ലത്തല്ലേ. നമ്മളിവിടെ കോട്ടയത്തും. ഈ സമയത്ത് കടത്തി വിടുമോ ഈ ജില്ലയൊക്കെ കടന്ന് ഇങ്ങോട്ട്? അതൊക്കെ വന്നോളൂന്നേ. സീരിയസ് വിഷയമാണെന്നറിഞ്ഞാൽ പറന്നാണേലും പുള്ളി ഇവിടെ എത്തും. അപ്പോൾ തന്നെ മാത്തുക്കുട്ടി ജോർജിനെ വിളിച്ചു. നാളെ രാവിലെ തന്നെ പുറപ്പെടാമെന്ന് കാര്യം കേട്ടതേ അദ്ദേഹം പറഞ്ഞു. അന്ന് രാത്രി ജോയിയും മാത്തുക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒരു ധൈര്യത്തിന് വേണ്ടി 2 എണ്ണം അടിച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് അവർ അടുക്കളയിൽ എന്തോ ചാടി ഉടയുന്ന ശബ്ദം കേട്ടു. 2 പേരും ഒന്ന് ഞെട്ടി. എന്താടാ അത്? ജോയി ചോദിച്ചു. അറിയില്ലടാ, വാ പോയി നോക്കാം. അത് വേണോ? രാവിലെ നോക്കിയാൽ പോരെ? അത് അവളാകും. ഏവൾ? ആ മായ. നീ ഒന്നും മിണ്ടാതിരുന്നേ ജോയ്. അല്ലാതെ വേറെ ആരാ? നമ്മൾ 2 പേരും അല്ലേ ഈ വീട്ടിലുള്ളൂ. ഇവൾക്ക് ഈ അടുക്കളയിൽ എന്താണാവോ കാര്യം? വാ നോക്കാം. നീ വേണമെങ്കിൽ പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം. നീയും വാടാ. ജോയിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ ഒരു ഗ്ലാസ് ചാടി ഉടഞ്ഞു കിടക്കുന്നു. അവൾ വെള്ളം കുടിക്കാനെടുത്തതാകും, ജോയി പറഞ്ഞു. അതിന് പ്രേതങ്ങൾക്ക് ദാഹമുണ്ടോ? പിന്നെ ദാഹമില്ലാതെയാണോ ചോര കുടിക്കുന്നത്? അത് സിനിമയിലൊക്കെ പ്രേതമല്ലേ. ശരിക്കും അവർ ചോര കുടിക്കുമോ? കുടിക്കുമായിരിക്കും. അതിനായിരിക്കും എന്ന ഗ്ലാസ് എടുത്തത്. പെട്ടെന്ന് കറണ്ട് പോയി. അമ്മയെ പ്രേതം പിടിച്ചേ എന്ന് പറഞ്ഞ് ജോയി അടുക്കളയിൽ നിന്ന് ഓടി. മാത്തുക്കുട്ടി ഓടാൻ തുടങ്ങിയപ്പോൾ കാൽ അനക്കാൻ പറ്റുന്നില്ല. ജോയിയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ നാക്ക് പൊക്കാൻ കൂടി സാധിക്കുന്നില്ല. ഒരു പ്രതിമ കണക്കെ നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പെട്ടെന്ന് 2 തീക്കട്ട പോലത്തെ കണ്ണുകൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുട്ടായതുകൊണ്ട് മുഖം കാണാൻ സാധിക്കുന്നില്ല. ആ കണ്ണുകൾ മാത്തുക്കുട്ടിയുടെ അടുത്തേക്ക് പതിയെ പതിയെ അടുത്തു. കണ്ണുകൾ തൊട്ടടുത്തെത്തി. പെട്ടെന്ന് മൊബൈലിൻ്റെ ഫ്ലാഷുമായി മാത്തുക്കുട്ടിയെ കാണാതെ ജോയി തിരിഞ്ഞു വന്നു. ആ വെളിച്ചത്തിൽ കണ്ണുകൾ അപ്രത്യക്ഷമായി. കറണ്ട് വന്നു. മാത്തുക്കുട്ടി സാധാരണ നിലയിലായി. നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു? എന്താണോ ഒന്നും മിണ്ടാതിരുന്നത്? ജോയി ചോദിച്ചു. മാത്തുക്കുട്ടി ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞത് അടുക്കളയിലേക്ക് വരണ്ടാന്ന്. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ വാ, കിടക്കാം. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ജോർജേട്ടൻ എത്തി. ഇതുവരെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇന്നത്തെ കാലത്ത് ഞാൻ എത്ര കൊലപാതകങ്ങളും ആത്മഹത്യയും കണ്ടിട്ടുള്ളതാ. എന്നാലും ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്നലെ ഞാൻ കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് ഇവൻ ഇവിടെ പെട്ടിയിൽ കിടന്നേനെ, ജോയി പറഞ്ഞു. അവൾ എപ്പോഴാ കാണാമെന്ന് പറഞ്ഞേക്കുന്നേ? ശ്യാമയാണോ? അവൾ മറ്റന്നാൾ രാവിലെ അവളുടെ വീട്ടിലേക്ക് വരാനാ പറഞ്ഞേക്കുന്നത്. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. പോകണം. എന്താണ് കാര്യമെന്നറിയണം. എന്നാലും ഇത്രയും നാളായിട്ടും എന്നോടൊരു വാക്ക് നിനക്കൊക്കെ പറയായിരുന്നു. വെറുതെ എല്ലാവരെയും പേടിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടാ. എന്തായാലും ഇപ്പോൾ എങ്കിലും പറയാൻ തോന്നിയല്ലോ. ഭാഗ്യം. അന്നത്തെ രാത്രി സംഭവങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. ജോർജേട്ടൻ വന്നപ്പോൾ പ്രേതം പേടിച്ചോടിയെന്ന് തോന്നുന്നുണ്ടോ? ജോർജേട്ടൻ വന്നപ്പോൾ പ്രേതം പേടിച്ചോടിയെന്ന് തോന്നുന്നല്ലോ. ഉറക്കമെഴുന്നേറ്റ് വന്ന ജോയി പത്രം വായിച്ചുകൊണ്ടിരുന്ന ജോർജിനോട് ചോദിച്ചു. ഇപ്പോൾ മനസ്സിലായല്ലേ ഈ ജോർജ് ആരാണെന്ന്? അത് പണ്ടേ അറിയാവുന്നതല്ലേ. ഞങ്ങളുടെ ജോർജേട്ടൻ പുലിയല്ലേ. അടുത്തിരുന്ന മാത്തുക്കുട്ടി പറഞ്ഞു. കൂടുതൽ പൊക്കല്ലേ മക്കളെ. റിട്ടയർഡ് ആയാൽ പിന്നെ പഴയതുപോലെ ത്രാണിയൊന്നുമില്ല. അന്ന് വൈകിട്ട് എല്ലാവരും കൂടി ഒന്ന് നടക്കാൻ പോയി.
തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോൾ ആരോ എടുത്തെറിഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോൾ വന്ന് ജോർജിന്റെ തലയിൽ കൊണ്ടു. ഇതെവിടുന്ന് വന്നു? ജോർജ് ബോൾ എടുത്ത് കയ്യിൽ പിടിച്ചു നോക്കിയിട്ട് ചോദിച്ചു. എവിടുന്ന് വരാൻ, പ്രേതം എറിഞ്ഞതായിരിക്കും, ജോയ് പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ ബോൾ കയ്യിൽ നിന്നും പൊങ്ങിപ്പോയി വീണ്ടും താഴേക്ക് വന്ന് ജോർജിന്റെ തലയിൽ ചാടി. ആ ബോൾ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ ആരോ പുറകിൽ നിന്നും ചവിട്ടിയതുപോലെ ജോർജ് തെറിച്ചു വീണു. അവർ ഓടിപ്പോയി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ മനസ്സിലായ ഇവിടുത്തെ അവസ്ഥ? മനസ്സിലായേ. എൻ്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. ഈ കൊറോണ സമയത്ത് ഏത് ആശുപത്രിയിൽ പോകാനാണോ? സാരമില്ല, ഞങ്ങൾ ചൂട് പിടിച്ചു തരാം. നിങ്ങളെ സമ്മതിച്ചു മക്കളെ. എങ്ങനെ ഈ വീട്ടിൽ ഇത്രയും ദിവസം താമസിച്ചു? രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജോർജ് ചോദിച്ചു. ഇതൊക്കെ ചെറുതല്ലേ ചേട്ടാ, ഇതേപോലത്തെ എത്ര എത്ര സംഭവങ്ങൾ. എന്തായാലും പിള്ളേരെയൊക്കെ ഇപ്പോഴെങ്കിലും മാറ്റാൻ തോന്നിയത് നന്നായി. അവർ അവിടെ പേടിച്ചിരിക്കുക. നാളെ അവളെ പോയി കാണുമ്പോൾ അറിയാം എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന്. ഇന്ന് രാത്രി ഇതുപോലത്തെ എന്തെങ്കിലും കാണുമോ? പറയാൻ പറ്റില്ല. മൂടനുസരിച്ചാണെന്ന് തോന്നുന്നു. ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ് പ്രേതത്തിന്. ഇന്നലത്തെ പോലെ ഒറ്റയ്ക്ക് കിടന്നോളാം എന്ന സാഹസപരമായ തീരുമാനങ്ങളൊന്നും ഇന്നെനിക്കില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ ഒരറ്റത്ത് കിടന്നോളാം. വലിയ പോലീസുകാരനായിരുന്നെങ്കിലും എന്താ പ്രേതത്തിനെ പേടിയാ? ഏത് പോലീസുകാരനായാലും സ്വന്തം ജീവനിൽ ആർക്കാ കൊതിയില്ലാത്തത്? കുറച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി എല്ലാവരും മുറിയിലെത്തി. ഫാൻ ഓൺ ചെയ്തു മാത്തുക്കുട്ടി. പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയോടെ ഫാൻ പൊട്ടി താഴെ കട്ടിലിൽ വീണു. കട്ടിലിൽ കിടക്കാനായി തുടങ്ങിയ ജോയിയെ പെട്ടെന്ന് ജോർജ് പിടിച്ചു വലിച്ചതുകൊണ്ടൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. എന്തെങ്കിലും പറ്റിയോ ജോയി? മാത്തുക്കുട്ടി പേടിയോടെ ചോദിച്ചു. ഇല്ലടാ, വാ, ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങാം. അവർ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് സിറ്റൗട്ടിൽ കിടക്കാമെന്ന് തീരുമാനിച്ചു. സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അവർ പുറത്തുനിന്നും വീടിൻ്റെ വാതിൽ പൂട്ടി. ഇനി അവൾ പുറത്തേക്ക് വരില്ലല്ലോ, സമാധാനത്തോടെ ഇറങ്ങാം, ജോയി പറഞ്ഞു. ആരാ പറഞ്ഞ അവൾ വീടിൻ്റെ അകത്ത് മാത്രമേ ഇരിക്കുള്ളൂ എന്ന്? എടാ, അവൾ പ്രേതമാണ്, സാധാരണ പെണ്ണല്ല പൂട്ടിയിട്ടാൽ അവിടെ തന്നെ കിടക്കാൻ. മാത്തുക്കുട്ടി ഇത് പറഞ്ഞു തീർന്നതും മുറ്റത്ത് കിടക്കുന്ന കാർ തനിയെ സ്റ്റാർട്ടായി. പുറകിലേക്ക് പോയ കാർ ഗേറ്റിൽ പോയി ഇടിച്ചു നിന്നു. എന്നിട്ട് വീണ്ടും മുമ്പോട്ട് വന്നു. വീട്ടിലേക്ക് കയറുന്ന പടിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ തനിയെ നിന്നു. വാ, നമുക്ക് അകത്തേക്ക് തന്നെ പോവാം, ജോർജ് പറഞ്ഞു. മാത്തുക്കുട്ടി വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അകത്തുനിന്നും ആരോ വാതിൽ പൂട്ടിയിരുന്നു. നമുക്ക് മോഹനേട്ടന് വീട്ടിലേക്ക് പോയാലോ? മാത്തുക്കുട്ടി ചോദിച്ചു. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പേടിയാ. അവൾ ഇപ്പോൾ കാറിലാണുള്ളത്. മുറ്റത്തിറങ്ങിയാൽ നമ്മളെ കാർ ഇടിപ്പിച്ചു കൊല്ലും. ഞാൻ വരില്ല, പേടിച്ചരണ്ട് ജോയി പറഞ്ഞു. എന്നാൽ ഇവിടെ തന്നെ കിടക്കാം. നിങ്ങളെന്താ പുറത്ത് കിടക്കുന്നത്? പിറ്റേന്ന് രാവിലെ മോഹനന്റെ ചോദ്യം കേട്ടാണ് അവർ എഴുന്നേൽക്കുന്നത്. ജോയ് ഉണ്ടായത് പറഞ്ഞു കൊടുത്തു. രക്ഷപ്പെട്ടല്ലോ, ഒന്നും ഉണ്ടാകാതെ, ദൈവം കാത്തു, മോഹനൻ പറഞ്ഞു. സമയം എത്രയായി ചേട്ടാ? 9 ആകാറായി. ആണോ? വെളുപ്പിന് എന്തോ ആണ് ഞങ്ങൾ ഉറങ്ങിയത്, പേടിച്ചിട്ട്. അതുകൊണ്ട് അറിഞ്ഞില്ല ഇത്രയും നേരമായത്. 9 ആകുമ്പോൾ എത്താമെന്ന് അവളോട് പറഞ്ഞതാ. വാതിൽ തുറക്കാൻ പറ്റുമോ എന്തോ, നോക്കട്ടെ. ഒന്ന് തള്ളിയപ്പോഴേക്കും വാതിൽ തുറന്നു വന്നു. നോക്കിയപ്പോൾ വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു. സോഫയും മറ്റും മറിഞ്ഞു കിടക്കുന്നു. TV താഴെ വീണ് പൊട്ടി നാശമായി. മുറിയിൽ തുണികളെല്ലാം അലമാരിയിൽ നിന്നും വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അടുക്കളയിൽ ചില്ലിൻ്റെ ഒരു പാത്രം പോലും അവശേഷിക്കാതെ ചിതറി തെറിച്ചു കിടക്കുന്നു. സൂക്ഷിച്ച്, ചില്ലുകൊള്ളും, മാത്തുക്കുട്ടി എല്ലാവരോടുമായി പറഞ്ഞു. എന്താടാ ഇതൊക്കെ? മോഹനൻ ചോദിച്ചു. അറിയില്ല ചേട്ടാ, രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് അവർ വീട് പൂട്ടി ഇറങ്ങി. ശ്യാമ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നെങ്കിൽ പോലും പലതവണ വഴിതെറ്റി അവർക്ക്. ശ്യാമയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവസാനം 11 മണിയോടുകൂടി അവർ അവിടെ എത്തി. വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വരില്ലെന്ന് ശ്യാമ പറഞ്ഞു. പോരുന്ന വഴിക്ക് വഴിതെറ്റി. നിങ്ങളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. ഫോണിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ കൂടി എനിക്ക് കോൾ വന്നതേയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ ഫോണിൻ്റെ ആവും. ഓ അല്ല, നിങ്ങളിൽ ആരാ എന്നെ വിളിച്ചത്? ഞാനാണ്, മാത്യു. ഇതെൻ്റെ റിലേറ്റീവ്സാണ്, ജോർജ് ആൻഡ് ജോയ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് മോഹനൻ. ഓക്കെ, നിങ്ങളിവിടെ ഒറ്റയ്ക്കേ ഉള്ളോ? ജോർജ് ചോദിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ശരിക്കും അച്ഛനും അമ്മയും ഉണ്ട്. ഞാൻ ക്വാറന്റൈനിലായിരുന്നതുകൊണ്ട് അവർ ബന്ധുവീട്ടിലാണ് കുറച്ചു ദിവസമായി താമസം. ഇന്ന് ഉച്ച കഴിഞ്ഞ് വരും. എങ്കിൽ പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് ആ വീടിനെ പറ്റി പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരു മായയെപ്പറ്റി പറഞ്ഞല്ലോ, അതാരാണ്? ഒന്നും അറിയാത്തതുപോലെ മാത്തുക്കുട്ടി ചോദിച്ചു. ഞാൻ സ്നേഹിച്ചിരുന്ന ബാലൻ്റെ ഭാര്യയായിരുന്നു മായ. ബാലനും ഞാനും തമ്മിൽ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചതാണ്. സൗഹൃദം എപ്പോഴോ പ്രണയമായി വളർന്നു. വിവാഹപ്രായമായപ്പോൾ ബാലൻ വീട്ടിൽ എൻ്റെ കാര്യം പറഞ്ഞു. സ്വാഭാവികമായും സംഭവിക്കുന്നത് അവിടെയും നടന്നു. അന്ന് ഞങ്ങൾ വളരെ പാവപ്പെട്ടവരായിരുന്നു. പോരാത്തതിന് ജാതിയും പ്രശ്നം. ബാലൻ്റെ വീട്ടുകാർ എതിർത്തു. ഇവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഒരുപാട് ശകാരിച്ചു.
നമുക്ക് അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത് എന്നും എന്നോട് പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് വീട്ടുകാർ അറിയാതെ ഒളിച്ചോടാമെന്ന തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഒളിച്ചോടാൻ തയ്യാറെടുത്തിരുന്ന അന്ന് പകൽ ബാലൻ എന്നെ കാണാൻ വന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ അത്? മാത്തുക്കുട്ടി ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ്റെ അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. എന്നിട്ടോ വിവാഹം നടന്നോ? ഇല്ല, പക്ഷെ അയാൾക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. അയാൾ കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ ആദ്യം കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞ് ഇത് നടത്തി തരാമെന്ന്. അതെന്തിനാ അങ്ങനെ? ഞാനും ചോദിച്ചു ഈ ചോദ്യം. എന്നെ ഞെട്ടിക്കുന്ന കുറച്ച് സത്യങ്ങൾ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. ശ്യാമേ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ നിന്നിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പിന്നെ അച്ഛനെ പേടിച്ചിട്ടും. എന്താ ബാല, നീ പറ. നിന്നെ എനിക്കറിയാം. എന്തെങ്കിലും കാരണമില്ലാതെ അങ്ങനെ നീ ഒന്നും എന്നോട് മറച്ചു വെക്കില്ല. ധൈര്യമായി പറഞ്ഞോ. എൻ്റെ അച്ഛൻ നിങ്ങൾ ഈ പുറത്ത് കാണുന്ന പോലെ സാധാരണ ഒരാളല്ല. പിന്നെ അച്ഛന് മന്ത്രവാദങ്ങൾ വഴി കുറേ സിദ്ധിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. മന്ത്രവാദം എന്ന് നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരായ വഴിയുള്ളതോ അതോ? ദുർമന്ത്രവാദം തന്നെ. ബാല, എന്താ ഇത്? ഞാൻ കാണുമ്പോൾ മുതൽ അച്ഛൻ ഇങ്ങനെയായിരുന്നു. ഏതോ ഗുരുവിൽ നിന്നും പഠിച്ചെടുത്തതാണ്. ഞങ്ങൾക്ക് ഈ കാണുന്ന സമ്പത്ത് മുഴുവൻ അങ്ങനെ ഉണ്ടായതാണ്. അച്ഛനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ പോകാറില്ല. എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല. നിന്റെ അച്ഛൻ... ഇന്നലെ അച്ഛൻ എൻ്റെ അടുത്ത് മുറിയിൽ രാത്രിയിൽ വന്നു. അപ്പോഴാണ് വിവാഹത്തിന് സമ്മതിച്ച കാര്യം പറഞ്ഞത്. പക്ഷെ നിന്നോട് മറ്റൊരു വിവാഹം ചെയ്യാൻ എന്തിനാണ് പറഞ്ഞത്? അത് കേൾക്കുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും പറയാതിരിക്കാൻ എനിക്കാവുന്നില്ല. നീ പറ. നിനക്കറിയാലോ, ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് ഞങ്ങൾക്കായി. ഇനി അച്ഛൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമരത്വമാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കുക. നിന്റെ അച്ഛന് ഭ്രാന്താണ്. അച്ഛൻ അതിനായി എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഒരുക്കത്തിലായിരുന്നു 3-4 വർഷങ്ങളായി. അതുകൊണ്ടാണ് അച്ഛനെ കുറേ നാളുകളായി പുറത്തൊന്നും കാണാത്തത്. എപ്പോഴും മുറിക്കുള്ളിലാണ്. എങ്ങനെയാണ് അതെന്ന് നിനക്കറിയുമോ? ഉവ്വ, ഇന്നലെ അച്ഛൻ അത് എന്നോട് പറഞ്ഞു. എന്താ? കൊല്ലവർഷത്തിലെ ആഗ്രഹായന മാസത്തിലെ അമാവാസി നാളിൽ ഒരു പൂജ നടത്തണം. എന്ത് പൂജ? വൈകിട്ട് 7 മണി മുതൽ അർദ്ധരാത്രി 12 വരെ നീളുന്ന പൂജ. അതിന് ഈ വിവാഹത്തിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ പറയാം. ആ പൂജയ്ക്കൊടുവിൽ 2 സ്ത്രീകളെ ബലി നൽകണം. എങ്കിലേ പൂജ ഫലപ്രദമാകൂ. ശ്യാമ പകച്ചു നിന്നു. വെറുതെ 2 സ്ത്രീകൾ പോരാ. ഞങ്ങളുടെ തറവാട്ടിലെ തന്നെ 2 തലമുറയിൽപ്പെട്ട പുരുഷന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളായിരിക്കണം അത്. മാത്രവുമല്ല, അവർ ഇതേ അമാവാസി നാളിൽ അർദ്ധരാത്രി ഇതേ സമയം ജനിച്ചവർ കൂടിയായിരിക്കണം. ബാലൻ തുടർന്നു. അച്ഛൻ്റെ ലക്ഷ്യം എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനാണ്. അപ്പോൾ മറ്റേ സ്ത്രീ? ശ്യാമ ഭയത്തോടെ ചോദിച്ചു. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലോ? ആര്? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരാൾ കൂടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഏതാണ്ട് 2-3 വർഷം മുമ്പ് നാട് വിട്ടുപോയി എന്ന് പറഞ്ഞ്... അതെ, വല്യമ്മ നാട് വിട്ടുപോയതല്ല. പിന്നെ വല്യച്ഛനെ എൻ്റെ അച്ഛൻ കൊന്നതാണ്. എന്തിന്? ശ്യാമ ഞെട്ടലോടെ ചോദിച്ചു. ഒരിക്കൽ വല്യമ്മയുടെ ജാതകം കാണാനിടയെ അച്ഛൻ മനസ്സിലാക്കി അവർ ഈ പറഞ്ഞ നാളിൽ ജനിച്ചതാണെന്ന്. അവർക്ക് മക്കളൊന്നും ഇല്ലാതെ വരുന്നതിനാൽ ആകെ തടസ്സം വല്യച്ഛൻ മാത്രമായിരുന്നു. വല്യച്ഛനെ അച്ഛൻ ആഹാരത്തിൽ എന്തോ വിഷം ചേർത്ത് മരുന്നുകൾ ചേർത്ത് കൊന്നു. ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റി. വല്യച്ഛൻ്റെ മരണശേഷം കർമ്മങ്ങളൊക്കെ അവസാനിച്ച ദിവസം വല്യമ്മയെ അച്ഛൻ തളർത്തിക്കിടത്തി ഒരു മുറിയിൽ പൂട്ടിയിട്ടു. വല്യച്ഛൻ്റെ മരണത്തിൽ വിഷമിച്ച് നാട് വിട്ട് സന്യസിക്കാൻ പോയി എന്ന് വരുത്തി തീർത്തു. അപ്പോൾ വല്യച്ഛൻ്റെ കാര്യം നിനക്കും അമ്മയ്ക്കും ഒക്കെ അറിയാമായിരുന്നോ? വല്യമ്മയെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം എനിക്കറിയില്ലായിരുന്നു. ചോദിക്കാൻ ധൈര്യവും കിട്ടിയില്ല. അമ്മയ്ക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. അച്ഛനെ പേടിച്ചൊന്നും മിണ്ടാത്തതാവും. പക്ഷേ വല്യച്ഛൻ്റെ മരണത്തിന് കാരണം എന്താണെന്നൊക്കെ അറിഞ്ഞത് ഇന്നലെ അച്ഛൻ്റെ വായിൽ നിന്നും തന്നെയാണ്. അപ്പോൾ ബലി കൊടുക്കുമ്പോൾ എല്ലാവരും അറിയില്ലേ ഇതൊക്കെ? അവിടെയും അച്ഛൻ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ അല്ല. പിന്നെ മുതിർന്ന സ്ത്രീയെ ജീവനോടെ കത്തിക്കണം, മറ്റേയാളെ ജീവനോടെ കുഴിച്ചു മൂടണം. അഗ്നിക്കും ഭൂമിക്കും ബലി നൽകുകയാണ് എന്ന സങ്കല്പത്തിൽ. ശ്യാമ തളർന്നിരുന്നു. കുഴിച്ചു മൂടിയ ശരീരം ഒരിക്കലും ആരും കാണാൻ പാടില്ല. അതിനുവേണ്ടിയാണ് വല്യമ്മയെ നേരത്തെ തന്നെ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചത്. അതിന് നീ കല്യാണം കഴിക്കുന്ന പെണ്ണിനെയല്ലേ കുഴിച്ചു മൂടേണ്ടത്? അപ്പോൾ വല്യമ്മയെ മറച്ചു വെച്ചിട്ട് എന്ത് പ്രയോജനം? ഞെട്ടലിൽ നിന്നും ഉണർന്ന ശ്യാമ പെട്ടെന്ന് ചോദിച്ചു.
കത്തിക്കരിഞ്ഞു പോയാൽ ആരാണെന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും പ്രയാസമായിരിക്കും. ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർത്ത വല്യമ്മയെ ആ പെണ്ണാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. നീ വന്നേ, നമുക്ക് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് പോകാം, വിവാഹം ചെയ്യാം. എനിക്ക് വയ്യ ഇതിനൊന്ന് കൂട്ടു നിൽക്കാൻ. ഞാനും ആദ്യം ഇതുതന്നെയാണ് ഓർത്തത്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, എനിക്ക് ജോലിയൊന്നുമില്ല. പുതിയൊരു നാട്ടിൽ ചെന്നാൽ താമസസ്ഥലം കണ്ടുപിടിക്കണം, ജോലി അന്വേഷിക്കണം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും ആവശ്യത്തിന് പൈസ എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ നേരത്തെ നിനക്ക് അറിയാവുന്നതല്ലേ? അതെ, പക്ഷെ അച്ഛൻ തന്നെ പറഞ്ഞു നിന്നെ എനിക്ക് വിവാഹം ചെയ്ത് തരാമെന്ന്. പിന്നെ കോടിക്കണക്കിന് സ്വത്ത് നമുക്കുണ്ടാവും. പിന്നെ എന്തിനാ വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നത്? നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണല്ലേ, പണത്തിനോടും സ്വത്തിനോടും ആർത്തി. ജീവിക്കാൻ പണം വേണ്ടേ? നീ ഇത് സമ്മതിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ ഈ നാട്ടിൽ തന്നെ ജീവിക്കാം. നിന്റെ അച്ഛനെയും അമ്മയും ഇടയ്ക്ക് വന്ന് കാണാം. നിനക്കതല്ലായിരുന്നോ ഏറ്റവും വലിയ സങ്കടം? നീ അവരെ ഒറ്റയ്ക്കാക്കി പോവുകയാണെന്നത്. എൻ്റെ വീട്ടിലേക്ക് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ അധികം ദൂരം ഇല്ലല്ലോ ഇവിടെ നിന്നും. ആദ്യം എതിർത്തെങ്കിലും ബാലൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സും മാറി. ഇതെല്ലാം കേട്ടവർ 4 പേരും പകച്ചിരുന്നു. ഇത്രയും വലിയ ക്രൈംസ് ആ വീട്ടിൽ നടന്നിട്ട് ഇതുവരെ പുറം ലോകം അറിഞ്ഞില്ലെന്നോ? അതിശയം തന്നെ, ജോർജ് പറഞ്ഞു. കാണുമ്പോൾ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലും അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയും കഴിവും അയാൾക്കുണ്ടായിരുന്നു. പിന്നെ കൂട്ടിന് അയാൾ സ്വായത്തമാക്കിയ വിദ്യകളും. അപ്പോൾ അങ്ങനെയാണോ മായ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത്? മാത്തുക്കുട്ടി ചോദിച്ചു. അതെ, കുറേ നാളുകൾ കാത്തിരുന്ന ശേഷമാണ് ബാലന് വേണ്ടി അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. എൻ്റെ വീട്ടിൽ ഇതൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് വേറെ കല്യാണം ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചകലെ ഒരു ജോലി വാങ്ങി ഞാൻ അവിടെ താമസം തുടങ്ങി. ഒരു വീടാണ് ഞാനവിടെ എടുത്തത്. ബാലൻ എന്നും തന്നെ അവിടെ വരാറുണ്ടായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ലിവിങ് ടുഗദർ പോലെ. മായയുടെയും ബാലൻ്റെയും വിവാഹത്തിൻ്റെ അന്ന് വരെ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. പാതിരാത്രിയാണ് പോയത് തിരിച്ച്. അതും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതുകൊണ്ട് മാത്രം. ശ്യാമ തുടർന്നു. എന്നും വരുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവൻ എന്നോട് പറയാറുണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം വന്നെത്തിയിരുന്നു. അതിന് 2 ദിവസം മുമ്പേ തന്നെ അവിടെ ജോലിക്ക് നിന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യയെ അയാൾ അവിടെ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കി. എന്തോ മായാശക്തി ഉപയോഗിച്ച് പീഡിപ്പിച്ച്. അന്ന് രാത്രി പൂജ തുടങ്ങുന്നതിന് മുമ്പേ അവളെയും ആ അമ്മയെയും അയാൾ ബോധം കെടുത്തി. അവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു അതിന് വേണ്ടതെല്ലാം ഒരുക്കിയിരുന്നത്. ആരെയും അവിടേക്ക് പ്രവേശിപ്പിച്ചില്ല. അയാളും ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീകളും മാത്രം. പൂജയുടെ അവസാനം ബലി നൽകേണ്ട സമയമായപ്പോൾ ബാലനെ അയാൾ മുകളിലേക്ക് വിളിച്ചു. ബാലനും അയാളും കൂടിയാണ് 2 പേരെയും കൊന്നത്. ബാലൻ്റെ അമ്മയും അനിയത്തിയും ഇതൊന്നും കാണാൻ വയ്യാതെ മുറിയിൽ കഥ കടച്ചിരുന്നു. പിറ്റേന്ന് എല്ലാവരുടെയും മുമ്പിൽ മായയാണെന്ന് പറഞ്ഞ് ബാലൻ്റെ വല്യമ്മയുടെ മൃതദേഹം കാണിച്ചു. ഞാൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് അവൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. ഞങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ബാലൻ്റെ അച്ഛൻ ഉൾപ്പെടെ മരിച്ചതെങ്ങനെ? മാത്തുക്കുട്ടി ചോദിച്ചു. മായയുടെ മരണത്തിന് ശേഷം അടക്കൊക്കെ കഴിഞ്ഞു എന്നെ കാണാൻ അവൻ വന്നിരുന്നു. തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വാക്ക് തന്നിട്ട് അവൻ പോയി. അന്ന് രാത്രി ആ വീട്ടിൽ വലിയൊരു വഴക്ക് നടന്നു ബാലനും അച്ഛനുമായിട്ട്. എല്ലാവരെയും എല്ലാം അറിയിക്കുമെന്ന് പറഞ്ഞ് അവൻ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം പുറത്തെടുക്കാൻ ശ്രമിച്ചു. അയാൾ തടയാൻ ശ്രമിച്ചെങ്കിലും ബാലൻ അയാളെ പിടിച്ചു തള്ളി. മറിഞ്ഞു വീണ അയാൾ കയ്യിൽ കിട്ടിയ ഇരുമ്പ് വടിയെടുത്ത് ബാലൻ്റെ തലക്കടിച്ചു. അടികൊണ്ട് നിലത്ത് വീണ ബാലൻ പിന്നീട് ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. അയാളുടെ കഴിവ് ഉപയോഗിച്ച് ആ കേസ് മായ്ച്ചു കളഞ്ഞു. പക്ഷെ വിധി അയാളെ വെറുതെ വിട്ടില്ല. ആ കുഴിയുടെ ഒരു ഭാഗത്തെ മണ്ണ് ചെറുതായി നീങ്ങി മൃതദേഹം പുറത്ത് കാണാൻ പാകത്തിനായിക്കഴിഞ്ഞാണ് ബാലൻ അടിയേറ്റ് വീഴുന്നത്. കുഴിച്ചിട്ട ശരീരം ആരും ഒരിക്കലും കാണാൻ പാടില്ല എന്ന കാര്യം അവിടെ തെറ്റി. അതിന് പരിഹാരമായിട്ട് അയാൾ പല ക്രിയകളും ചെയ്തെങ്കിലും ഒന്നും ഫലിച്ചില്ല. ഇത്രയും നാളും അയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അതോടെ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം അപ്പുറത്ത് വേറെ ഒരു കാര്യം കൂടി ഉണ്ടായി. മായയുടെ ആത്മാവ് ആ വീട്ടിൽ അലയാൻ തുടങ്ങി. അവരെ അവൾ പല രീതിയിൽ ഉപദ്രവിച്ചു. പുറം ലോകത്തോട് ഇത് പറഞ്ഞാൽ കഥകൾ എല്ലാവരും അറിഞ്ഞാലോ എന്ന ഭയം മൂലം അയാൾ ഇതെല്ലാം മൂടിവെച്ചു. ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ മുറ്റത്തെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അയാളെയാണ് എല്ലാവരും കാണുന്നത്. ഞാനിതൊക്കെ അറിയുന്നത് വളരെ വൈകിയാണ്. ബാലൻ്റെ മരണം എന്നെ തളർത്തിയിരുന്നു ഒരുപാട്. അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ദിവസം ബാലൻ്റെ അനിയത്തിയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞത്. അയാളെ കൊന്നത് മായയാണെന്നും തങ്ങളെയും അവൾ കൊല്ലുമെന്നും അവൾ പറഞ്ഞു. എനിക്ക് തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു. ബാലൻ്റേത് കൊലപാതകം കൂടിയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ നാട്ടിൽ പോലും നിൽക്കാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാനൊരു കൂട്ടുകാരി വഴി ഡൽഹിക്ക് പോയത്.
അവിടെ എത്തി കുറേ കഴിഞ്ഞാണ് ബാലൻ്റെ അമ്മയും അനിയത്തിയും മരിച്ച വിവരം അറിയുന്നത്. അന്ന് ആ കുട്ടി എന്നോട് ഇതൊക്കെ പറയാൻ വന്നപ്പോൾ സഹായിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അമ്മയ്ക്കും മകൾക്കും ഈ ഗതി വരില്ലായിരുന്നു എന്ന കുറ്റബോധം എനിക്കിപ്പോഴും ഉണ്ട്. ഒരു നിമിഷം, ജോർജേട്ടാ ഒന്നിങ്ങി വന്നേ. മാത്തുക്കുട്ടി ജോർജിനെ വിളിച്ച് പുറത്തേക്ക് മാറി നിന്നു. മോഹനും ജോയിയും കൂടെ പോയി. ശ്യാമ അകത്തു തന്നെ നിന്നു. എന്തു തോന്നുന്നു അവൾ പറഞ്ഞത് കേട്ടിട്ട് ജോർജേട്ടന്? കേട്ടിടത്തോളം എന്തൊക്കെയോ സത്യമുള്ളതുപോലെ. കള്ളം പറയുവാണെന്ന് തോന്നിയില്ല. ശരിയാടാ, എനിക്കും തോന്നി. കള്ളമാണെങ്കിൽ ഇത്രയും വലിയ കഥ ഒന്നും ആർക്കും പറയാൻ കഴിയില്ല, അതും ആരും ചിന്തിക്കാത്ത രീതിയിലുള്ളത്, മോഹനൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യും? എങ്ങനെ മായയുടെ ആത്മാവിനെ അവിടെ നിന്നും പുറത്താക്കും? അയാൾ ചെയ്തതുപോലെ വല്ല മന്ത്രവാദവും ചെയ്താലോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ജോയി പറഞ്ഞു. ഒരു മന്ത്രവാദം ചെയ്തതിൻ്റെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോഴാ അവൻ്റെ അടുത്തത്. എന്നിട്ട് വേണം ലോകത്തുള്ള സകല പ്രേതങ്ങളും ആ വീട്ടിലൊന്ന് താമസിക്കാൻ. വഴി നമുക്ക് നോക്കാം മാത്തുക്കുട്ടി, നീ വിഷമിക്കേണ്ട. കഥയൊക്കെ അറിഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്യാം, ജോർജ് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങാം, അവളോട് പറഞ്ഞിട്ട് പോവാം. വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നതും ശ്യാമ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്, ശ്യാമ പറഞ്ഞു. എന്താ? ഡൽഹിയിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. ഈ ബ്ലാക്ക് മാജിക്കിലൊക്കെ പഠനം നടത്തുന്ന ആളാണ്. അപ്പോൾ അയാളോട് ഈ കഥകളൊക്കെ ഒരിക്കൽ അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരുതിയിരുന്നത് ആ വീട്ടിൽ എല്ലാവരും മരിച്ചപ്പോൾ മായ അവിടെ നിന്നും പോയി എന്നാണ്. പക്ഷേ അന്ന് നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഇപ്പോഴും അവൾ അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞാൻ അയാളെ വിളിച്ചു. സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അന്ന് തെറ്റായ കർമ്മങ്ങളോടെയാണ് അവൾ കുഴിച്ചു മൂടപ്പെട്ടതും മരിച്ചതുമൊക്കെ. അപ്പോൾ ആ ശരീരം കണ്ടെത്തി ശരിയായ രീതിയിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് അടക്കം ചെയ്താൽ ഇതിനെല്ലാം അവസാനമാകുമെന്ന്. അതോടെ അവളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കും. സത്യമാണോ? മാത്തുക്കുട്ടി ചോദിച്ചു. ഞാൻ എന്തിനീ കാര്യത്തിൽ നുണ പറയണം? എനിക്ക് ഇതിൽ നിന്നും എന്താ കിട്ടാനുള്ളത്? ഞാൻ പറഞ്ഞ ആളുടെ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിക്കുക. അയാളുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്. എല്ലാം അവസാനിച്ചിട്ട് വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ വരും. ഒരു പുഞ്ചിരി മാത്രം നൽകി ശ്യാമ അവരെ യാത്രയാക്കി. കുഴിച്ചിട്ടിരിക്കുന്ന മൃതദേഹം കണ്ടുപിടിക്കാനാണ് ആദ്യം അവർ പോയത്. 4 പേരും കൂടി വളരെ ശ്രമപ്പെട്ടാണെങ്കിൽ പോലും ആ പറമ്പിൽ നിന്നും തന്നെ അത് കണ്ടെത്തി. മോക്ഷം കാത്തിരുന്നതുകൊണ്ടാകണം ഇതിനിടയിൽ മായ ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല. ഇതിനിടയിൽ മായയുടെ സഹോദരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെയും അമ്മയെയും ഇതൊന്നും അറിയിക്കേണ്ട എന്ന് ഭാമ തന്നെയാണ് പറഞ്ഞത്. അറിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കിതൊന്നും താങ്ങാൻ സാധിക്കില്ല. അന്ന് തന്നെ ഭാമയും കുടുംബവും അവിടെ എത്തി. മറ്റാരെയും അറിയിക്കാതെ ഇത് വെക്കണമെന്ന് ജോർജ് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു അവരോട്. ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ കേസാകും, അന്വേഷണം വരും. പിന്നെ അടുത്ത സമയത്തൊന്നും ഇത് വെച്ച് കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ അവസാനം ഉണ്ടാവണമെങ്കിൽ അതീവ രഹസ്യമായിരിക്കണം എല്ലാം. ആരും അറിയാതെ വിശ്വസ്തനായ ഒരു കർമ്മിയെ കൊണ്ടുവന്നു. ഭാമയുടെ മകനെ കൊണ്ട് തന്നെ കർമ്മം ചെയ്യിച്ചു. കരച്ചിലടക്കാനാകാതെ ഭാമ ഭർത്താവിൻ്റെ നെഞ്ചിൽ മുഖം പൊത്തി നിന്നു. അവൾ ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ച അതേ മണ്ണിൽ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്തായി അവൾക്ക് അന്ത്യനിദ്ര എന്നേക്കുമായി ഒരുക്കി. പെട്ടെന്നാണ് മഴ പെയ്തത്. എല്ലാവരും ഓടി വീട്ടിലേക്ക് കയറി. നശിച്ച മഴ, ജോയി പറഞ്ഞു. അങ്ങനെ പറയല്ലേ ജോയി, നീ കേട്ടിട്ടില്ലേ മഴ ആത്മാക്കളുടെ സന്തോഷമാണെന്ന്? അവൾ സന്തോഷിക്കുകയാകും ഇപ്പോൾ. പാവം, മാത്തുക്കുട്ടി പറഞ്ഞു. അന്ന് തന്നെ മാത്തുക്കുട്ടി പോയി അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. ജോർജേട്ടൻ 2 ദിവസം കൂടി അവിടെ താമസിച്ചിട്ടേ മടങ്ങിയുള്ളൂ. മാത്തുക്കുട്ടിയും കുടുംബവും പിന്നെ ഒരിക്കലും അമേരിക്കയ്ക്ക് തിരിച്ചുപോയില്ല. അപ്പച്ചൻ ഉറങ്ങുന്ന നാട്ടിൽ തന്നെ ഇനി താമസിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ ഇന്നും സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കുന്നു.